സ്വാഗതം ചതുരംഗത്തിലേക്ക്. ഇത്തവണ മൺസൂൺ നേരത്തെ എത്തിയിരിക്കുന്നു. ഏറെ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് ആദ്യ ദിനങ്ങളിൽ തന്നെ മഴക്കെടുതികളും തുടങ്ങി. പലയിടത്തും വെള്ളക്കെട്ട്, സഞ്ചാരയോഗ്യമല്ലാത്ത സാഹചര്യം, ക്യാമ്പുകളിലേക്ക് ആദ്യ ദിനങ്ങളിൽ തന്നെ മാറേണ്ട സ്ഥിതിയിലേക്ക് സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും, ഒപ്പം തൃശ്ശൂർ ജില്ലയും. ഈ സാഹചര്യത്തിൽ തൃശ്ശൂർ കോർപ്പറേഷനിലും ഏറെ പരാതികളുണ്ടായി. തൃശ്ശൂർ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മൊത്തം കാര്യങ്ങൾ വിശകലനം ചെയ്യുകയാണ് ചതുരംഗത്തിൽ. അതിനായി നമുക്ക് അതിഥികളായി ലഭിച്ചിരിക്കുന്നത് ശ്രീ വർഗീസ് കണ്ടംകുളത്തി, CPM നേതാവ്, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി നഗരാസൂത്രണ ചെയർമാൻ; ശ്രീ രാജൻ ബല്ലൻ, പ്രതിപക്ഷ നേതാവ്; വിനോദ് പള്ളാഞ്ചേരി, BJPയുടെ പാർലമെൻ്ററി പാർട്ടി ലീഡറും കൗൺസിലറുമായ വിനോദ് പള്ളാഞ്ചേരിയും ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യം ശ്രീ വർഗീസ് കണ്ടംകുളത്തിലേക്ക് തന്നെ പോകാം. മഴ എത്തി ഏറെ ദിവസമാവുന്നതിന് മുമ്പ് തന്നെ മഴക്കെടുതികളും ആരംഭിച്ചു. ഇതോടൊപ്പം തന്നെ ഉയർന്നൊരു പരാതിയാണ് മഴ മുന്നൊരുക്കങ്ങളിൽ വന്ന വീഴ്ച എന്ന് പറയുന്നത്. അത് തൃശ്ശൂർ കോർപ്പറേഷനെ സംബന്ധിച്ചല്ല, സംസ്ഥാന വ്യാപകമായി ഇത്തരം പരാതികൾ ഉയരുന്നുണ്ട്. അങ്ങനെ വീഴ്ചയുണ്ടായിട്ടുണ്ടോ? വീഴ്ച എന്നത് ആപേക്ഷികമാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ച് എങ്ങനെ നോക്കിക്കാണുന്നു എന്നതാണ് വീഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരിക. മഴക്കാലം വരുന്നതിനെ അടിസ്ഥാനപ്പെടുത്തി തൃശ്ശൂർ കോർപ്പറേഷൻ വളരെ നേരത്തെ തന്നെ പദ്ധതികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മഴക്കാലം എന്നത് ഇപ്പോൾ ഏപ്രിൽ മെയ് 15 കൂടി തന്നെ വരാറുണ്ട്. വിഷു കഴിഞ്ഞാൽ മഴ വരും. പൂരത്തിനോടനുബന്ധമായി വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ മഴയുണ്ടാകാറുണ്ട്. വിവിധ ന്യൂനമർദ്ദങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മഴകൾ വരും. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കുറേ കൂടിയും ടെക്നിക്കലായി നമ്മുടെ കൈകളിൽ എത്തുന്നു എന്നുള്ളത് കൊണ്ട് മഴ വരുന്നതിനേക്കാൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട്. നേരത്തെ കിട്ടിയിരുന്നെങ്കിലും നമ്മളത്ര തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒക്കെ ആ തയ്യാറെടുപ്പ് ഗവൺമെൻറ് നന്നായി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും അവസാനത്തെ കണക്ക് പ്രകാരം മെയ് 27 മുതൽ മഴ വരും എന്ന പ്രതീക്ഷ നമുക്കുണ്ട്. അതിനാവശ്യമായ മുന്നൊരുക്കങ്ങൾ കോർപ്പറേഷൻ തലത്തിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ കോർപ്പറേഷൻ തലത്തിൽ നടത്തിയതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ പരിഹരിക്കില്ല. കാരണം മഴ എന്ന് പറയുന്നത് കോർപ്പറേഷനിൽ മാത്രമല്ല പെയ്യുക, എല്ലായിടത്തും പെയ്യും. അപ്പോൾ അവിടെ നിന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് എന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അതിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ, പെശകുകൾ എല്ലാം എല്ലാവരെയും ബാധിക്കുന്നു എന്നതാണ് ഒരു പ്രശ്നം. തൃശ്ശൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഇത് 3 ഘട്ടമായിട്ടാണ് കോർപ്പറേഷൻ സ്ഥലം കിടക്കണത്. 1 കോൾലാൻഡ്, 2 സമതലം, 3 കുന്നും മലകളുമായി കിടക്കുന്ന പ്രദേശങ്ങൾ. അപ്പോൾ കുന്നും മലകളുമായി കിടക്കുന്ന പ്രദേശങ്ങളാണ് നമ്മുടെ കിഴക്കൻ ബൗണ്ടറികൾ. മാടക്കത്തറ പഞ്ചായത്തും നടത്തറയൊക്കെ അതിന് നമുക്ക് കാണാം. അവിടെ നിന്നുള്ള വെള്ളം പൂർണ്ണമായും ഒഴുകി വരുന്നത്, വിവിധ തോടുകളും കനാലുകളും വഴി ഒഴുകി വരുന്നത് കോർപ്പറേഷൻ ബൗണ്ടറിയിൽ കൂടിയാണ്. ബൗണ്ടറിയിൽ കൂടി കടന്നു വന്ന് നേരെ അത് നമ്മുടെ കോൾലാൻഡ് പരിസരത്ത് കൂടി നേരെ അറബിക്കടലിലേക്ക് പോകണം. അറബിക്കടലിലേക്ക് പോകുന്നതിന് വേണ്ടി 58 മുതൽ ഗവൺമെൻറ് തയ്യാറാക്കിയ കോൾലാൻഡും അതിൻ്റെ അടിസ്ഥാനപരമായ ഭാഗവും നമ്മുടെ മഞ്ഞാങ്കുഴിയല്ല ഏനോമാവ് ഷട്ടറും അവിടുത്തെ വളയം ബണ്ടും കൂടി കണക്റ്റഡാണ് വെള്ളത്തിൻ്റെ കിടക്കുന്നത്. അതിൽ ഇക്കൊല്ലം മിനിഞ്ഞാന്നാണ് ഏനോമാവിൻ്റെ വളയക്കെട്ട് തുറന്നത്. പൂർണ്ണമായിട്ട് തുറന്നിട്ടില്ല. ഇന്നലെ കളക്ടറുമായി പറഞ്ഞപ്പോൾ 3 ഷട്ടർ തുറന്നിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അവിടുത്തെ അത് മിനിഞ്ഞാന്ന് തുറന്നില്ലെങ്കിൽ ഇന്നത്തെ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു. തുറന്നതോടുകൂടി വെള്ളം വാട്ടർ ലെവൽ അനുസരിച്ച് താഴേക്ക് ഒഴുകി പോകുന്നു എന്നത് കാണാം. ഇതെല്ലാം ലിങ്ക് ചെയ്തതാണ് നിൽക്കുക. ഇതിലെവിടെയെങ്കിലും ഒരു പെശക് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല വരും. ഇതെല്ലാം കണക്ട് ചെയ്തുകൊണ്ടാണ് കോർപ്പറേഷൻ 2,11,00,000 രൂപയ്ക്ക് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട തോടുകളും കാനകളും വൃത്തിയാക്കാൻ ടെൻഡർ അംഗീകരിച്ച് മുന്നോട്ട് പോയി. അതിൻ്റെ വർക്കുകൾ ഏകദേശം ഒരു 60% 60% പറയുമ്പോൾ അതിനെ 2 തരത്തിലാണ് ചിലർ കാണുക. കഴിയുമെങ്കിൽ മാർച്ചിൽ ഈ പണി പൂർത്തീകരിക്കണം. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കും. മാർച്ചിൽ നമ്മൾ അല്ലെങ്കിൽ ഏപ്രിൽ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാടക്കത്തറ പഞ്ചായത്തിൽ നിന്നും നടത്തറയിൽ നിന്നും പുത്തൂർ പഞ്ചായത്തിൽ നിന്നൊക്കെ വരുന്ന വെള്ളത്തിൻ്റെ അകത്ത് വെള്ളം മാത്രമല്ലല്ലോ വരിക,
എല്ലാ അഴുക്കും അതിൻ്റെ അകത്ത് വരും. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു വൃത്തിയാക്കൽ കൂടി അതിൻ്റെ അകത്ത് നടത്തേണ്ടത് വരും. എല്ലായിടത്തും അല്ല, പലതിനും നടത്തേണ്ടത് വരും. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു മഴ വരുന്നതിൻ്റെ തൊട്ട് മുൻപായി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ് നല്ലത് എന്നതാണ് ഞങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം. അപ്പോൾ അതിനടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 60% മേലെയായി നമ്മൾ കളക്ടറുമായി സംസാരിച്ചു, മന്ത്രിയുമായി സംസാരിച്ച് വെള്ളമൊക്കെ തുറന്നു വിടുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷങ്ങളെ മുന്നത്തിൻ്റെ കണക്കെടുത്ത് പരിശോധിച്ചപ്പോൾ ഒറ്റ മഴയ്ക്ക് തന്നെ 120 മഴ പെയ്തിട്ടുണ്ട്. അത് പ്രകാരമാണെങ്കിൽ വെള്ളക്കെട്ട് വരേണ്ടതാണ്. അപ്പോൾ ആ പ്രശ്നമില്ല, എല്ലാം കൃത്യമായി ഒഴുകി പോകുന്നുണ്ട്. എന്നാൽ ചിലയിടത്തൊക്കെ ഇപ്പോൾ കുളവാഴ എടുത്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ എന്ത് വരും? ഇതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, വെള്ളം കവിയുമോ? ഇപ്പോൾ 2018-19 കാര്യങ്ങളൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ വരുമോ എന്നൊക്കെ ഒരു ഉത്കണ്ഠയുണ്ട്. ആ ഉത്കണ്ഠ ഉണ്ടാകുന്നതിൽ തെറ്റില്ല, അതിലൊന്നും ഇപ്പോൾ ഒരു തെറ്റായിട്ട് നമുക്ക് കണക്കാക്കേണ്ട കാര്യമില്ല. പക്ഷെ അതൊന്നും വരാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ പെയ്ത മഴയ്ക്ക് നമുക്ക് കാണുന്നില്ല എന്നാണ് കാണാം. പ്രതിപക്ഷത്തിന് ഇത് തന്നെയാണോ പറയാനുള്ളത്? കാരണം കുളവാഴയുമായി കോർപ്പറേഷനിലേക്ക് സമരം നടത്തുകയുണ്ടായിരുന്നു താങ്കളുടെ നേതൃത്വത്തിൽ. അതായത് തൃശ്ശൂർ ജില്ലയിലെ നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാരിലെ 2ാം സ്ഥാനക്കാരനായ രാജൻ മന്ത്രിയായിരിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ കോർപ്പറേഷൻ അതിർത്തിയിലാണ്. അതുപോലെ പ്രൊഫസർ ബിന്ദു മന്ത്രിയുണ്ട്, നിരവധി MLA-മാരുണ്ട്, ജില്ലാ ഭരണകൂടമുണ്ട്. വേണ്ടത്ര ശുഷ്കാന്തി ജില്ലാ ഭരണകൂടവും മന്ത്രിമാരും കാണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു പ്രശ്നം ഞാൻ ഉന്നയിക്കുന്നത്. ഇന്നലെ 12:30-ക്ക് മന്ത്രി രാജൻ്റെ നേതൃത്വത്തിൽ, കളക്ടറുടെ നേതൃത്വത്തിൽ രാമനിലയത്തിൽ ഒരു യോഗം വിളിച്ചു. എന്നെ വിളിച്ചത് 12:20-നാണ്. 12:30-ക്കാണ് യോഗം. അപ്പോൾ മന്ത്രി ഒരു യോഗം വിളിക്കുന്നത് മെയ് ലാസ്റ്റ് വീക്കിലാണോ ഒരു മന്ത്രി രാജൻ്റെ നേതൃത്വത്തിൽ, കളക്ടറുടെ നേതൃത്വത്തിൽ, കൗൺസിലർമാരുടെ, ജനപ്രതിനിധികളുടെ ഉദ്യോഗസ്ഥർ യോഗം വിളിക്കേണ്ടത് ആണോ? അല്ല. ഇനി കോർപ്പറേഷൻ സ്ഥിതി നമുക്ക് പറയാം. കോർപ്പറേഷൻ്റെ സ്ഥിതി കഴിഞ്ഞ തവണ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ഉയരം കൂടിയ പ്രദേശങ്ങളിൽ വെള്ളം കയറി. അശ്വിനി ഹോസ്പിറ്റൽ അടക്കം 2-3 തവണ വെള്ളം കയറി. നിരവധി സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഇത്തവണ മഴയ്ക്ക് മുമ്പായി ഒരു മുൻകരുതൽ എന്ന നിലയിൽ നടപടികൾ സ്വീകരിക്കണം. ഭരണ നേതൃത്വത്തിന് ഒരു ഓർമ്മക്കുറവ് വരണ്ടെന്ന് കരുതി കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും ഡെപ്യൂട്ടി ലീഡറുമൊക്കെ 2-3 തവണ മേയർക്ക് കത്ത് കൊടുത്തു. മഴക്കാലം വരാൻ പോകുന്നു, മഴക്കാല മുന്നൊരുക്കങ്ങൾ ചെയ്യണം എന്ന് കത്ത് കൊടുത്തു. എന്ത് നടപടികളാണ് സ്വീകരിച്ചത്? അതാണ് ഒരു ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, മേയർ കൗൺസിലിലും ജില്ലാ ഭരണകൂടത്തിൻ്റെ കളക്ടറേറ്റിലെ മീറ്റിങ്ങിലും മേയർ വാഗ്ദാനം ചെയ്തത് ഏപ്രിൽ 15-ന് പണികൾ ആരംഭിച്ച് ഏപ്രിൽ 25-30-നകം എല്ലാ തോടുകളും ക്ലീൻ ചെയ്യുമെന്നാണ്. എന്തുണ്ടായി? എൻ്റെ ഡിവിഷനടക്കം കട്ടച്ചിറ തോട്, ഏറ്റവും വലിയ തോട്, ചെറു റോട്ടിൽ കണ്ടറിയാം, ഏറ്റവും വലിയ തോട് മുതൽ കുണ്ടുവാറ തോട്, കുറുപ്പാൾ പാലം തോട് വടക്കുള്ള ആളുകൾ തൊട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇരിക്കുന്ന വർഗീസാണ് ഞാൻ വിളിച്ചതാണ്, മേയറെ ഞാൻ വിളിച്ചതാണ്, സെക്രട്ടറി ഞാൻ വിളിച്ചതാണ്. യാതൊരു നടപടികൾ സ്വീകരിച്ചില്ല. തോട് കരകവിഞ്ഞൊഴുകുന്നു, പായൽ തിങ്ങി നിൽക്കുന്നു, ആയിരക്കണക്കിന് വീടുകൾ ഭീതിയിൽ പേടിച്ചിരിക്കണം, വെള്ളം കയറുന്നു പേടിച്ചിട്ട്. സ്റ്റാർട്ടിങ് മെയ് മാസം ലാസ്റ്റ്. അപ്പോൾ ഞങ്ങൾ സ്വാഭാവിക സമരം ചെയ്യേണ്ടി വന്നപ്പോൾ ഇന്നലെ JCB ഇറക്കി. പറയും വന്നിട്ടുണ്ടായത്, മേയർ വന്നിട്ടുണ്ടായതൊക്കെ പരിശോധിച്ച് JCB ഇറക്കി. ഇത് മുമ്പേ ചെയ്യാമായിരുന്നില്ലേ? ഇവിടെ ഞാൻ മനസ്സിലാക്കിയ കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും തോട് ക്ലീനിങ്ങിന് വേണ്ടി നമ്മൾ ചിലവാക്കുന്നത്. കോടിക്കണക്കിന് രൂപയാണ് ചിലവാക്കുന്നത്. നമ്മുടെ നികുതി പണമാണ്, ജനങ്ങളുടെ നികുതി പണമാണ്. ഞാൻ മനസ്സിലാക്കിയത് 3 കോടി രൂപയുടെ താഴെയാണ് തോട് ക്ലീനിങ്ങിന് വേണ്ടി മാത്രം ചിലവാക്കുന്നത്. 3 കോടി രൂപയുടെ താഴെ. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് എസ്റ്റിമേറ്റ് എടുക്കുന്നത്? എസ്റ്റിമേറ്റ് എടുക്കുക പായൽ നീക്കാനാണോ? അല്ല. തോട്ടിലെ അടിഭാഗത്തുണ്ടാവുന്ന തടസ്സങ്ങളും കുറച്ച് ചെളിയും അടക്കമുള്ള നീക്കം ചെയ്യാനാണ്. ഈ തോട് കവിഞ്ഞ് ഒഴുകുന്ന ഈ സമയത്ത്, പായല് സ്വാഭാവികമായിട്ടും ഒഴുകിപ്പോകുന്ന സമയത്ത് എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്? എങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുന്നത്? പായൽ ഒഴുകിപ്പോകുന്ന പായൽ തള്ളിവിടാന്നല്ലാതെ എങ്ങനെയാണ് ക്ലീനിങ് നടക്കുന്നത്? അപ്പോൾ ആത്മാർത്ഥമായ ഒരു പ്രവർത്തനം LDF ഭരണസഭയുടെ നേതൃത്വം ഉണ്ടായില്ല.
നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. ആയിരക്കണക്കിന് വീടുകളിൽ വെള്ളം കയറും, താഴ്ന്ന പ്രദേശങ്ങളിൽ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും എന്ന് മനസ്സിലാക്കാതെ ക്യാമ്പുകൾ തുടങ്ങേണ്ടി വരും. ജനങ്ങളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ, വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ, റെസിഡൻസ് അസോസിയേഷൻ്റെ ആകാംക്ഷ മനസ്സിലാക്കാതെ ഒരു കുറ്റകരമായ അനാസ്ഥ കാണിച്ചു. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ മഴക്കാല കെടുതിയുമായി ബന്ധപ്പെട്ട് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മുമ്പിലെ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ഷീറ്റ് 1800 സ്ക്വയർ ഫീറ്റ് ഷീറ്റ് MO റോഡിലേക്ക് നിലംപതിച്ചു. വലിയ സംഭവമായിരുന്നു, നമ്മളെല്ലാവർക്കും അറിയാം. ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒരു അപകടങ്ങളും പറ്റിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. അതിന് സന്തോഷമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് സംഭവിച്ചു? ഈ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥയുടെ അവസാനത്തെ ഉദാഹരണങ്ങളിൽ ഒരു ഉദാഹരണം കൂടിയാണത്. ഒരു മാസം മുമ്പുണ്ടായ കഴിഞ്ഞ ഏപ്രിൽ 22-നുണ്ടായ കാറ്റത്ത് ഈ കോർപ്പറേഷൻ കെട്ടിടത്തിൻ്റെ മുകളിലുള്ള ഷീറ്റ് അടർന്നു വീണ് അതിൻ്റെ കോൺക്രീറ്റ് കാല് അടക്കം ഇരുമ്പ് കാല് പുറത്തേക്ക് തള്ളി നിന്നപ്പോൾ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥൻ അടക്കം പോയി അത് കട്ട് ചെയ്ത് ഉള്ളിലേക്ക് മാറ്റി വെച്ച് അത് താൽക്കാലികമായി സംവിധാനം ഒരുക്കി അത് പൂർത്തീകരിച്ചില്ല. വ്യാപാരികൾ പരാതി പറഞ്ഞു, അവിടെയുള്ള നാട്ടുകാർ പരാതി പറഞ്ഞു, യാതൊരു നടപടികളും സ്വീകരിച്ചില്ല. എന്നിട്ട് എന്തുണ്ടായി? ആ ഷീറ്റാണ് 1800 സ്ക്വയർ ഫീറ്റ് ഷീറ്റ്, 5000 കിലോ വരുന്ന ഷീറ്റാണ് MO റോഡിലേക്ക് പതിച്ചത്. ഇതിൻ്റെ ഉത്തരവാദിത്തം ആയിരിക്കാം? ഇവരെന്താ പറയുക? ആർക്കും അപകടം ഉണ്ടായില്ലോ, അത് രക്ഷപ്പെട്ടു. ഇതാണോ ഒരു മര്യാദ? ഇതാണോ ഒരു ഭരണം? ഒരു മാസം സമയമുണ്ടായിട്ട് പോലും അപകടാവസ്ഥയിലുള്ള ഷീറ്റ് പോലും മാറ്റിവെക്കാൻ ജനങ്ങളെ വിധിക്ക് വിട്ടുകൊണ്ട് കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് പോകുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. കെടുകാര്യസ്ഥയുടെ പര്യായമായിട്ടാണ് മഴക്കെടുതിയുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തൃശ്ശൂർ കോർപ്പറേഷനെ ഞാൻ നോക്കിക്കാണുന്നത്. വിനോദ് പൊള്ളാഞ്ചേരി, എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ വിഷയത്തിലെ ഈ മഴക്കാലം ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഇപ്പോഴത്തെ സാങ്കേതിക പരിജ്ഞാനം കൊണ്ട് എല്ലാം മുൻകൂട്ടി നമുക്ക് അറിയാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇപ്പം എല്ലാ വർഷവും കാലവർഷം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇത് മുൻകൂട്ടി സമയം പോലും അറിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഈ ഇരിക്കണ സമയത്ത് പോലും എൻ്റെ ഡിവിഷനിലെ ചെറിയ തോടുകളിലെ മണ്ണ് മാറ്റാനുള്ള 30,000 രൂപ പോലും എൻ്റെ ഡിവിഷനിലേക്ക് കിട്ടിയിട്ടില്ല. അതിൽ വല്ല രാശിയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം അത് എൻ്റെ ഡിവിഷനായിട്ട് ഒരു ബന്ധമില്ലാത്ത അയ്യന്തോള് ഡിവിഷനിലെ ജയിച്ചേരെ പേരിലാണ്. അത് ജോയിൻ്റായിട്ട് കിട്ടുക. കൗൺസിലറും ഒരു ജയിച്ചയും ജോയിൻ്റായിട്ടാണ് ആ അക്കൗണ്ടിലേക്ക് പണം വരിക. അയ്യന്തോള് സോണല്ല ജയിച്ചേരെ പേര് ആണ് അതിൽ ലിസ്റ്റിലിട്ട് വെച്ചത്. എന്നിട്ട് ഞാൻ വിളിച്ചത് ആളെങ്ങനെ ഇവിടെ പ്രവർത്തനം നോക്കാൻ പറ്റിയ ആൾക്ക് തന്നെ കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് അത് ആളെ പേര് മാറ്റി കൊടുത്ത് ഇപ്പോൾ ഇന്നലെ പോയിട്ടാണ് ആ അക്കൗണ്ട് എൻ്റെ സർക്കിളിലെ ജയിച്ചുമേ ഞാൻ ജോയിൻ്റായിട്ട് റെഡിയാക്കാൻ പറ്റുക. ആ ഫണ്ട് തരം ഒന്നിട്ടുമില്ല. ഇതുപോലെ തന്നെയാണ് പൊതുവായിട്ടുള്ള തോടുള്ള കാര്യം. ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം എൻ്റെ ഡിവിഷനിൽ നേരിടുന്നത് മെട്രോ തോടാണ്. അത് ടെൻഡർ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടും പ്രവൃത്തി തുടങ്ങാണ്ട് ദിവസം അതിനെ വിളിയായി അവരവിടെ ഇവിടെ വരുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് അവിടെ തുടങ്ങി വെച്ചത്. ഏറ്റവും കൂടുതൽ തടസ്സം വരിക റെയിൽവേ പാലത്തിൻ്റെ അവിടെ ആണ് ബ്ലോക്ക് വരിക. പെട്ടെന്ന് മെട്രോ ഹോസ്പിറ്റലിൻ്റെ ബാക്ക് അറിയാം, അത് കുറച്ച് താഴ്ന്ന സ്ഥലമാണ്, മറ്റേ ഗാന്ധിനഗർ. അവിടെയാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറുക. അപ്പോൾ അവർ ദിവസത്തിൽ 10-15 പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 1, 2, 3 പല ആവർത്തി അപകടം ഉണ്ടായ കാരണം അവരുടെ ഉള്ളിൽ ആദ്യമുണ്ട്. അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ അതനുസരിച്ച് കോർപ്പറേഷൻ അധികാരികളെ ബന്ധപ്പെടുന്നുണ്ട്. ഇപ്പോൾ 2 ദിവസം മുമ്പ് തുടങ്ങി വെച്ചു. പക്ഷേ അതിൽ അപകടം തുടങ്ങിയ ശരിക്കും ഇത് മുണ്ടുപാലത്തിൻ്റെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വരണം, എന്നാലേ ഇവിടം വരെ ക്ലീൻ ചെയ്ത് അത് ഒരു പ്രോപ്പർ ചാനലാവുള്ളൂ. ഇതിപ്പോൾ ഇവർ ആദ്യം തന്നെ വന്നിട്ട് ഇവിടെ ഇറങ്ങി, ഈ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ ഇറങ്ങി മെട്രോ വരെ ചെയ്താലും ഇനി അവിടെ ക്ലീൻ ചെയ്യുമ്പോൾ വീണ്ടും അവിടെയുള്ള സാധനങ്ങൾ വന്ന് ഈ പാലത്തിൻ്റെ അവിടെ തടയും. അത്രയധികം വേസ്റ്റുകളവിടെ വരുന്നുണ്ട്, തെർമോക്കോളടക്കം നമുക്കറിയാവുന്നുള്ളത്. അപ്പോൾ ഒരു കാര്യക്ഷമതയില്ലാത്ത ഒരു നിലപാട് ഈ കാര്യത്തിൽ ഈ ഭരണസമിതിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ അറിയാം, ഈ ഇപ്പോൾ ബണ്ട് തുറന്നു എന്ന് പറഞ്ഞു, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കേണ്ട ക്ലീനിങ് നടന്നിട്ടില്ല. അത് മറ്റേ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് ചെയ്യണമെന്നാണ് പറയണത്. പക്ഷേ അവരുടെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇതേ വിഷയം ഉണ്ടായിട്ട് ഞങ്ങൾ പോയപ്പോൾ പറഞ്ഞു അവർക്ക് ഫണ്ടില്ല. ഇപ്പോൾ ഈ പ്രാവശ്യം പ്രസാദ് അന്വേഷിച്ചപ്പോൾ അവർക്ക് ഫണ്ട് വന്നിട്ടില്ല എന്നാണ് അവർ പറയണത്. അപ്പോൾ ഇവിടെ നമുക്കൊരു MLA ഉണ്ട്, എന്താ പറയുക, ആൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ 10 കോടി തൃശ്ശൂരിൻ്റെ വികസനത്തിന് വേണ്ടി അനുവദിച്ചു എന്നൊക്കെ വേണ്ടി ഫ്ലക്സ് വയ്ക്കുമ്പോഴും സാധാരണക്കാരൻ്റെ ജീവിതം അപകടാവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു തോട് ക്ലീനിങ്ങിന് പോലും ഫണ്ട് അനുവദിക്കാൻ സാധിക്കാത്ത ഒരു MLA ആണ് തൃശ്ശൂരിനുള്ളതെന്ന് പറയുമ്പോൾ ഇതിലും വലിയ അപകടം തൃശ്ശൂരിന് വരാനില്ല. ഇപ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നേരത്തെ രാജേട്ടൻ സൂചിപ്പിച്ചു, നമ്മുടെ ആ ഷീറ്റ് ഉള്ളത് അത് 1.5 മാസം മുമ്പുണ്ടായ മഴയിൽ കാറ്റിൽ നമുക്ക് വ്യാപകമായിട്ട് നമുക്ക് ഏകദേശം 2 ദിവസത്തോളം തൃശ്ശൂർ നഗരത്തിൽ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത അവസ്ഥ വരെ വന്നു. അത്തരം ഒരു അപകടം ഉണ്ടായിട്ട് അത് മുൻകൂട്ടി കണ്ടിട്ടും നമുക്ക് അടുത്ത ദിവസം ഇനിയും
നമുക്ക് പ്രതികൂല കാലാവസ്ഥയാണ് വരാൻ പോകുന്നത് മുൻകൂട്ടി അറിഞ്ഞിട്ടും അതിന് വേണ്ട നടപടി എടുക്കാഞ്ഞതും വലിയ വീഴ്ചയാണ്. അപ്പോൾ കോർപ്പറേഷൻ എന്തോ വേറെ ചില കാര്യങ്ങൾക്ക് കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത് വലിയ വലിയ ഫണ്ടുകളും വലിയ വലിയ പ്രവൃത്തികളും ഈ കാലാവധി തീരയിലും അതൊക്കെ തീർക്കാനുള്ള വ്യഗ്രതയിലാണ്. ഈ സാധാരണക്കാരനെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ വേണ്ട വിധത്തിൽ ഇടപെടൽ നടക്കണില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ശ്രീ വർഗീസ് കണ്ണുകുളത്തിലേക്ക് വരാം. ആദ്യമായി കരാറുകാരിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഷീറ്റിൻ്റെ വിഷയം പറയാം. കാരണം അതൊരു ഭാഗ്യവശാൽ തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. അത്രയേറെ ആളുകൾ ഓരോ മണിക്കൂറിലും ആയിരക്കണക്കിന് ആളുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വഴിയാണ്. അത് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു, ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നെല്ലാം പറഞ്ഞു. ഇപ്പോഴെങ്കിലും അതിൻ്റെ വാസ്തവം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അല്ല, അതിൽ നടന്ന സംഭവം യാഥാർത്ഥ്യമാണല്ലോ, നമ്മുടെയൊക്കെ കൺമുമ്പിലാണല്ലോ വന്ന് വീഴുന്നത്. ആ പ്രശ്നത്തെ സംബന്ധിച്ച് സീരിയസ് ആയി ഒരു അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അന്വേഷണ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി തീർച്ചയായും നടപടി സ്വീകരിക്കും. അതിലിപ്പോൾ വേറെ മറച്ചു വയ്ക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അകത്തില്ല. പക്ഷേ അതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് പറന്നു പോകുന്ന അവരാരും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു കാറ്റ് വരും, അതിൻ്റെ അകത്ത് അത് പഴയതുപോലെ തന്നെ അതിൻ്റെ നിർമ്മാണത്തിൽ തന്നെ ഞാൻ കയറി നോക്കിയിരുന്നു. നിർമ്മാണത്തിൽ തന്നെ വേണ്ടത്ര ഇന്നത്തെ സാഹചര്യത്തിൽ വേണ്ടത്ര ഉറപ്പോടുകൂടി അല്ല, നിർമ്മാണത്തിൽ തന്നെ നമുക്കത് കാണാം. പിന്നീട് ഇപ്പോൾ രാജൻ സൂചിപ്പിച്ചതുപോലെ അവിടെ ഇത് വിവരറിഞ്ഞ് ചെന്ന് ഇവർ കൈകാര്യം ചെയ്തപ്പോൾ അത് പൂർണ്ണരൂപത്തിലേക്ക് ആക്കിയിരുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പൂർണ്ണരൂപത്തിലേക്ക് ആക്കാത്തതിൻ്റെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഒരു അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതിന് നടപടിയുമായിട്ട് പോകും. അക്കാര്യത്തിൽ ഒരു തർക്കമില്ല. അതോട് കണക്ട് ചെയ്തിട്ട് ഒരു ചോദിക്കാനുള്ളത്, ഇതുപോലെ ഒരുപാട് കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വളരെ ഭീതി ഉയർത്തുന്നൊരു സംഭവമാണ് ഈ പഴയ കെട്ടിടങ്ങൾ. കുറേ നമ്മുടെ ലിസ്റ്റിലുണ്ട്. എപ്പോഴും ഓരോ ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചിലയിടത്ത് ചുമരിടിഞ്ഞും ചിലയിടത്ത് മേൽക്കൂര പതിച്ചും ചിലയിടത്ത് ഷീറ്റുകൾ പാറിയോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് അതിലേക്കൊരു നടപടിയിലേക്ക് പോകുന്നില്ല? അങ്ങനെ പറയണത് തെറ്റായ ഒരു പരാമർശമാണ്. നടപടിയിലേക്ക് ഇപ്പോൾ TCBയുടെ ഈ ബിൽഡിങ്ങിന് ഒരു കേട് വന്നാൽ TCBക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ അതിൻ്റെ ലാൻഡ് ഓണർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. നമുക്ക് ഇടപെടാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ റൗണ്ടിൽ കഴിഞ്ഞൊല്ലൊരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം വീണു. ഇപ്പോൾ അതിൻ്റെ മേൽക്കൂര വീണു. മേൽക്കൂര വീണതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ്റെ നടപടി പൂർത്തീകരിച്ച് ഡിസാസ്റ്റർ ഉൾപ്പെടുത്തി കോർപ്പറേഷൻ അത് പൊളിക്കാൻ ആവശ്യമായ മിനിഞ്ഞാന്നും ഇന്നലെയും രാത്രി നമ്മൾ കാത്തിരിക്കുകയാണ്. നമുക്ക് എവിടെ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടില്ല. കളക്ടർ കയ്യിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ടില്ല. കളക്ടർ കയ്യിൽ നിന്ന് ഉത്തരവ് കിട്ടിയിട്ട് വേണം നമുക്കത് പൊളിക്കാൻ ചെല്ലാൻ. മിനിഞ്ഞാന്നും ഇന്നലെയും അതിനാവശ്യമായ എല്ലാ സംവിധാനവും. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമ്മൾ പോയി എങ്ങനെ പൊളിക്കാൻ പറ്റുക? നിയമ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ടല്ലേ പറ്റുള്ളൂ. അപ്പോൾ നിയമ നടപടികൾ ഇതിനെല്ലാവർക്കും എന്ത് ബാധകമാണ്? ഇപ്പോൾ കോർപ്പറേഷൻ ഇപ്പോൾ നേരത്തെ വളരെ സീരിയസ് ആയി ഈ വിഷയം ചർച്ച ചെയ്ത് 271 ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ 271 ഏതുമുണ്ട്, കോർപ്പറേഷൻ്റെ ചില ബിൽഡിങ്ങുകളും ഉണ്ട്. അക്കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ആ നടപടികൾ പൂർത്തീകരിക്കുന്ന പ്രക്രിയയിലാണ്. പൂർത്തീകരിച്ചുകൊണ്ടേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്ന സ്പീഡിൽ അത് കഴിയില്ല. ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ കളക്ടർ അവിടെ നിന്ന് ഉത്തരവ് കിട്ടിയാലാണ് നമുക്ക് ഈ റൗണ്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ട റൗണ്ടിൽ. പിന്നെ ഇപ്പം ഇതൊക്കെ ആളുകളുടെ താല്പര്യം മറ്റൊന്നല്ല. എൻ്റെ വീട് പൊളിക്കാൻ പാടില്ല എന്നാൽ തൊട്ടിപ്പുറത്തുനിന്ന് എന്ത് ചെയ്യണം, അദ്ദേഹത്തിൻ്റെ അത് പൊളിക്കണം. അങ്ങനെയാണ് ആളുകളുടെ ചിന്ത. പക്ഷെ കോർപ്പറേഷനെ സംബന്ധിച്ച് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. കാരണം അതിൻ്റെ റിസ്ക് ഉണ്ട്, ഉത്തരവാദിത്തമുണ്ട്, ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്. തീർച്ചയായും അതിനാവശ്യമായ സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ. അത് ഏത് രീതിയിലായിരിക്കും, എന്തായിരിക്കും ശക്തമായ നടപടിയിലേക്ക് പോകാൻ? ശക്തമായ നടപടിയിൽ 2 രീതിയുണ്ട്. ഒന്ന് ഗവൺമെൻറ്റിൻ്റെ നടപടികളാണ്. അതിൽപ്പെടുന്നതാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ വരുമ്പോൾ മാത്രമേ അവർ ആക്ട് ചെയ്യുള്ളൂ. കോർപ്പറേഷൻ ആക്റ്റിൽ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആക്റ്റിൽ കൃത്യമായി പറയുന്ന പാർട്ട് ഞങ്ങൾ കൗൺസിൽ വെച്ച് ചർച്ച ചെയ്ത് നിയമാനുസൃത നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം 1-ാം റൗണ്ട് നോട്ടീസ് കൊടുത്തു. 2 അതിനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് നോട്ടീസ് കൊടുക്കും. നോട്ടീസ് കൊടുക്കുമ്പോൾ ആ നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ മറുപടി വരും. ഒന്ന്, നമ്മൾ പറഞ്ഞ ഈ ആരോപണം ഉണ്ടോ ഇല്ലയോ, അത് അവർക്കുള്ള അവകാശമുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തി സെക്രട്ടറി അല്ലെങ്കിൽ കോർപ്പറേഷന് ഇത് രണ്ടാമത് റിനോവേഷൻ ചെയ്താൽ മതിയോ, ഡിമോളിഷ് ആണോ, എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ച് ടെക്നിക്കലായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ച് കൈകാര്യം ചെയ്യണം. ഇങ്ങനെ 2-3 കാറ്റഗറൈസ് ചെയ്തിട്ടുമ്പോഴേ അത് പൂർത്തിയാവുള്ളൂ.
കോർപ്പറേഷനെ സംബന്ധിച്ച് ഒരു ആധുനിക രീതിയിലുള്ള ബിൽഡിങ്ങുകൾ വരിക, അത് നല്ല മാസ്റ്റർ പ്ലാനിൽ പറയുന്നത് പോലെ ഉണ്ടാകുക എന്നാണ് കോർപ്പറേഷൻ്റെ താല്പര്യം. പക്ഷേ അതേ അളവിൽ ആരും നിന്നോളന്നില്ല. ഇപ്പോൾ പ്രൈവറ്റ് ബിൽഡിങ്ങുകൾ അവരതേപടി നിൽക്കേണ്ട കാര്യം അവർക്കില്ല. അവരിപ്പോൾ അതിനെ ഇന്ന് കേരളത്തിലുള്ള നിയമവും അല്ല ഇന്ത്യയിലുള്ള നിയമവും ഉപയോഗപ്പെടുത്തി അവരും എന്ത് ചെയ്യും, ഇത് രണ്ടും കൂടി വരും. പക്ഷെ രണ്ടും കൂടി ഉണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ ആയിക്കോട്ടെ എന്ന നിലപാടല്ല കോർപ്പറേഷൻ. കൗൺസിൽ വളരെ സീരിയസ് ആയി ഈ വിഷയം ചർച്ച ചെയ്ത് സ്റ്റെപ്പ് നടപടികളിൽ 1, 2, 3 ആയി പോകണം. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് റൗണ്ടിൽ മുകളിലെ നില വീണ് കിടക്കുന്നത് പൊളിച്ചു മാറ്റണം. പൊളിച്ചു മാറ്റാൻ വേണ്ടി സ്റ്റെപ്പ് നമ്മൾ വെച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ കളക്ടറായിന്ന് നമുക്കതിൻ്റെ അനുമതി കിട്ടിയാൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് പൊളിച്ചു മാറ്റും. ഈ ശുചീകരണവുമായി ബന്ധപ്പെട്ട അങ്ങയുടെ മറുപടിയിലേക്ക് വരേണ്ടതുണ്ട്. അതിനു മുമ്പായി രാജൻ പല്ലൻ, താങ്കൾ മേയറായിരുന്നതാണ്. ഇവിടെ അന്ന് ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യത്തിൽ അന്നും നിരവധി ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അന്നും മഴക്കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഈ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കമാണോ ഇതിന് ദുർബലമായത് എന്ന് തീരുമാനിക്കുന്നത്? ഈ കെട്ടിടങ്ങൾ ഉടമകളുമായി താങ്കൾ സംസാരിച്ചിട്ടുണ്ടാകും. നേരത്തെയും പല വർഷങ്ങളായിട്ട് വരുന്നൊരു വിഷയമാണ്, പ്രത്യേകിച്ച് പൂരക്കാലത്ത് പോലും. എന്തായിരുന്നു അതിൽ തീരുമാനമെടുക്കാൻ സാധിക്കാതിരുന്നത്? അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് 120ഓളം കെട്ടിടങ്ങൾ ഈ പൂരം കാലഘട്ടങ്ങളിൽ ആളുകൾ കയറ്റി നിർത്താൻ പാടില്ല, അപകടാവസ്ഥയിലുണ്ട്, വെടിക്കെട്ട് വരുമ്പോൾ കെട്ടിടങ്ങൾ വീഴും എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അന്ന് ഇത്തരത്തിലുള്ള ഒരുപാട് ചർച്ചകൾ വന്നതാണ്. നോട്ടീസ് അന്നും കൊടുത്തതാണ്. ഇന്ന് ആ 120 കെട്ടിടങ്ങൾക്ക് പുറമെ പിന്നീട് അത് 144 കെട്ടിടങ്ങളായി. ഇപ്പോൾ കോർപ്പറേഷനിലെ കൗൺസിൽ വർഗീസേട്ടൻ പറഞ്ഞ അജണ്ട പ്രകാരം 271 കെട്ടിടങ്ങൾ, നഗരത്തിൽ മാത്രമല്ല കോർപ്പറേഷൻ പരിധിയിൽ മുഴുവൻ 271 കെട്ടിടങ്ങൾ അപകടാവസ്ഥയിലുണ്ട് എന്ന് പറഞ്ഞ ഒരു അജണ്ട വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിയമപരമായ നടപടികൾ സ്വീകരിക്കണം എന്ന് കൗൺസിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിക്കേണ്ട കെട്ടിടങ്ങൾ ABCD എന്ന് ഗ്രേഡ് തിരിച്ച് പെട്ടെന്ന് പൊളിക്കേണ്ടത് പെട്ടെന്ന് പൊളിക്കാനുള്ള തീരുമാനം കൗൺസിൽ എടുത്തിട്ടുണ്ട്. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് നിയമപരമായി നടപടികൾ സ്വീകരിക്കാൻ പറഞ്ഞാൽ അത് നിയമപരമായി നടപടികൾ സ്വീകരിക്കാൻ ഉടൻ തന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ ചെയ്യണം. അതിന് കാലതാമസം ഉണ്ടാവരുത്. 10 വർഷമായി LDF ഭരണം, തുടർ ഭരണം ഇവിടെ നടക്കുകയാണ്. 10ാമത്തെ വർഷത്തെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് നടപടികളാണ് തൃശ്ശൂർ കോർപ്പറേഷൻ സ്വീകരിച്ചത്? ഞാൻ ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞ പോലെ ഷീറ്റ് വീണ കാര്യത്തിൽ മേയർ എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? ഇതറിഞ്ഞിട്ടില്ല എന്നാണ്. ഇതറിഞ്ഞില്ല. 1 മാസമായിട്ട് കോർപ്പറേഷൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന, മൂക്കിന് താഴെ നിൽക്കുന്ന ഈ ഷീറ്റ് അടർന്നു വീണ സംഭവം കോർപ്പറേഷൻ്റെ തന്നെ അജണ്ടയിൽ, കോർപ്പറേഷൻ്റെ കൗൺസിൽ മേയർ ഒപ്പിട്ട് വെച്ച അജണ്ടയിൽ, സെക്രട്ടറി ഒപ്പിട്ട് വെച്ച അജണ്ടയിൽ 271 കെട്ടിടങ്ങളുടെ അപകടാവസ്ഥ ചൂണ്ടിക്കാണിച്ചപ്പോൾ 91ാമത്തെ വിഷയം ഈ വിഷയമാണ്. കോർപ്പറേഷൻ്റെ കെട്ടിടത്തിലെ ഒരു ഷീറ്റ് അടർന്നു നിൽക്കുന്നുണ്ട് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ വിഷയം പോലും അറിഞ്ഞില്ല എന്ന് പറഞ്ഞ കോർപ്പറേഷൻ മേയറും സെക്രട്ടറിയാണ് ഇവിടെ ഉള്ളത്. ഞാൻ മേയറും സെക്രട്ടറിയും ഒന്നും പറയുന്നില്ല കേട്ടോ, ഞാൻ വർഗീസറിനെ പറയുള്ളൂ. വർഗീസ് കണ്ടംകുളത്തിനെ ഇവിടെ ഭരിക്കുന്നത് ആരാ? മേയർ അവരുടെ റബ്ബർ സ്റ്റാൻഡായിട്ട് AC കാറിൽ പോവുക, AC റൂമിൽ ഇരിക്കാന്നല്ലാണ്ട് മേയർക്ക് കോർപ്പറേഷൻ കുറിച്ചൊരു ABCD അറിയില്ല, ഭരണത്തെക്കുറിച്ച് അറിയില്ല. ഇവിടെ കോർപ്പറേഷൻ ഭരിക്കുന്നത് വർഗീസ് കണ്ടംകുളത്തെയാണ്. വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് വർഗീസ് കണ്ടംകുളത്ത്. ആളെ മിടുക്കിനെ ഒന്നും ഞാൻ കുറവ് കാണിക്കുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് കുറവ് സംഭവിച്ചാലും ഗുണമുണ്ടായാലും നേട്ടം വർഗീസ് കണ്ടംകുളത്തിനാണ്. അതുകൊണ്ട് മേയറെ ഒന്നല്ല, മേയർക്ക് ഒന്നും അറിയില്ല. മേയർ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണമെന്നല്ലാതെ, മേയർക്ക് ഒപ്പിടാൻ പച്ചമഷേണ്ട് ഒപ്പിടാന്നല്ലാതെ വേറെ ഒന്നും അറിയില്ല മേയർക്ക്. ഇവിടെ ഇത്രയും MO റോട്ടിൽ ഇത്രയും വലിയ ഷീറ്റ് അടർന്ന് വീണിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളില്ല. ഞങ്ങൾ സെക്രട്ടറിനെ ഗരാവ ചെയ്തു, ഉപരോധിച്ചു, നടപടി സ്വീകരിക്കുന്നു പറഞ്ഞു. ഈ നിമിഷം വരെ TCBയിൽ ഈ ചർച്ച നടക്കുന്ന ഈ നിമിഷം വരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ നാളെ വീണ്ടും സമരമാണ്. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ആരാണോ തെറ്റ് ചെയ്തത് നടപടി സ്വീകരിക്കണം. ആളുകൾക്ക് പരിക്ക് പറ്റിയില്ല, ആളുകൾ മരിച്ചില്ല എന്നുള്ളത് കൊണ്ട് കുറ്റമില്ലാതാകുന്നില്ല. അപ്പം അതുകൊണ്ട് അപകടാവസ്ഥയുള്ള കെട്ടിടങ്ങൾ, ജനങ്ങൾക്ക് അപകടം വരുന്ന രീതിയിലുള്ള കെട്ടിടങ്ങൾ ഉടനടി പൊളിച്ചു നീക്കണം. അതിൻ്റെ ഉത്തരവാദിത്വം ഈ ഭരണസമിതിക്ക് തന്നെയാണ്. ഈ കെട്ടിടങ്ങൾ പൊളിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ശ്രീ വർഗീസ് കണ്ടംകുളത്തിൽ പറഞ്ഞ പോലെ ഈ കെട്ടിട ഉടമകൾക്ക് താല്പര്യമുണ്ടാവില്ല. ഈ 10 വർഷത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും കെട്ടിടങ്ങൾ ഇപ്പോൾ 271 ഒരു പരാമർശം പറയാം പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് രാജൻ പല്ലം പറഞ്ഞതല്ല മേയറെ സംബന്ധിച്ച് ഞങ്ങളുടെ അഭിപ്രായം. മേയർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്ന് ജയിച്ചു വന്നു. കഴിഞ്ഞപ്പോൾ ഒരു പക്ഷേ 5 വർഷക്കാലം പൂർത്തിയാക്കാൻ പോവുകയാണ്. 5 വർഷക്കാലം ഒരുമിച്ച് പൂർത്തിയാക്കിയ 2ാമത്തെ മേയറാവും. ആദ്യത്തെ ബിന്ദു ടീച്ചറും പിന്നെ ഇപ്പം മേയർ ഈ വക കാര്യങ്ങളിൽ താല്പര്യം പ്രകടിപ്പിച്ച് ഇടപെടുന്ന കൂട്ടത്തിലാണ്.
താല്പര്യം പ്രകടിപ്പിച്ച് ഇടപെടുന്ന കൂട്ടത്തിലാണ് എന്ന് പറയുമ്പോഴും അദ്ദേഹം ഒരു മനുഷ്യനാണ്. എല്ലാ കാര്യം ചിലപ്പോൾ അറിഞ്ഞോളുന്നില്ല. പക്ഷേ വെറുതെ ഒപ്പിടാതിരിക്കുന്ന ഒരു മെഷീനൊന്നുമല്ല അദ്ദേഹം. എല്ലാ പ്രശ്നത്തിലും ഇടപെട്ട് നന്നായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹം നല്ല നേതൃത്വപരമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഒരു മേയർ മാത്രം വിചാരിച്ചുകൊണ്ടല്ലല്ലോ ഒരു ഭരണകൂടം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. എല്ലാവരുടെയും കൂടി ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കൂടി സഹായത്തോടു കൂടിയാണ് ഭരണം മുന്നോട്ട് പോകുക. അങ്ങനെ അതിനെ കാണണം. അതിന് പകരം സ്പ്ലിറ്റ് ഉണ്ടാക്കാവുന്ന പരാമർശം ശരിയല്ല എന്നൊരു ഭാഗം പറയാം. ഇനി ചോദിച്ചു ഈ കെട്ടിടങ്ങൾ ഏറെ പൊളിക്കാണെന്ന് പറഞ്ഞു. അദ്ദേഹം മേയറായിരിക്കുന്ന കാലത്ത് 140 കെട്ടിടങ്ങളായിരുന്നു. ഇപ്പോൾ അത് 271 കെട്ടിടങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. അല്ല അത് അദ്ദേഹം തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കാലത്ത് കൗൺസിൽ ചർച്ച ചെയ്ത് അംഗീകരിച്ചതല്ല അത് സാധാരണഗതിയിൽ നമ്മൾ ഇപ്പോൾ ഒരു മഴക്കാലം വരുമ്പോൾ പൂരം വരുമ്പോൾ വെടിക്കെട്ടിൽ കയറി നിൽക്കുന്ന അപകടം ഉണ്ടാകാൻ സാധ്യതയെ സംബന്ധിച്ച് ഒരു ലിസ്റ്റ് എടുക്കാൻ പറയും. അത് കളക്ടറേറ്റിൽ നിന്ന് പറയും. അതിനടിസ്ഥാനപ്പെടുത്തി ഒരു ലിസ്റ്റ് ഉണ്ടാക്കും. ആ ലിസ്റ്റ് എഴുതുമ്പോൾ മാത്രമേ നിൽക്കുള്ളൂ. പൂരവുമായി ബന്ധപ്പെട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ. ഇപ്പോൾ അതിനെന്ത് ചെയ്തിട്ടുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ അപകടാവസ്ഥയിലുള്ള എല്ലാ ബിൽഡിങ്ങിലേക്കും കണ്ണെത്തിച്ച് അതിനെ കൗൺസിലിൻ്റെ നമ്മുടെ മുനിസിപ്പൽ ആക്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് പൊളിക്കുന്ന അല്ലെങ്കിൽ നടപടിയെടുപ്പ് പൊളിക്കൽ മാത്രമല്ല റിനോവേഷൻ ഉണ്ടാകാം നടപടിയിലേക്ക് പോകുന്നുണ്ട്. അത് സീരിയസ് ആയി വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് പ്രതിപക്ഷം പറയുന്നത്. കറക്റ്റാണ്. വളരെ വേഗത്തിൽ അത് കൈകാര്യം ചെയ്യും. ആ കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ പ്രേക്ഷകർക്ക് അറിയാവുന്നൊരു ആഗ്രഹമുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഈ കെട്ടിടങ്ങളുടെ പഴക്കം നിർണ്ണയിക്കുമ്പോൾ ഓരോ കെട്ടിടങ്ങൾ ഇപ്പോൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് എത്ര വർഷം പഴക്കം എന്നൊക്കെ. ഇപ്പോൾ മുംബൈയിലൊക്കെ നമുക്കറിയാം പ്രേതഭവനങ്ങൾ പോലെ ഒരുപാട് ഫ്ലാറ്റുകൾ സമുച്ചയങ്ങളൊക്കെ നിൽക്കുന്നത്. പക്ഷേ അത് പുതുക്കി പണിയുമായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ തന്നെ നിൽക്കുന്ന കുറേ കെട്ടിടങ്ങളുണ്ട്. അങ്ങനെ ഒരു മാനദണ്ഡം ഏതാണെന്ന് അങ്ങേക്ക് നിശ്ചയമാണ്? ഇപ്പോൾ കൊച്ചിൻ പാലം, നമ്മുടെ ഷൊർണൂർ കൊച്ചിൻ പാലം, അതൊരു 70 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോഴേക്കും അത് തകർന്നിട്ട്. എന്നാൽ 100 വർഷക്കാലം കഴിഞ്ഞ പാലങ്ങൾ കേരളത്തിൻ്റെ അകത്ത് നമുക്ക് കാണാം. ഒരു ആക്റ്റിൽ പറയുന്നത് പ്രകാരം കേടുപാടുകൾ തീരുമാനിക്കുന്നത് പഴക്കത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയല്ല. അതിൻ്റെ അകത്ത് വായുസഞ്ചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്, പഴക്കത്തെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ അകത്തുള്ള കമ്പോണൻറ്റിൻ്റെ കേടുപാടുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്, ടോപ്പിലെ കേടുപാടും പിന്നെ തൂണുകളുടെ കേടുപാടുകളെ വിവിധ ആംഗിളുകളിലുള്ള കേടുപാടുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്റ്റെബിലിറ്റിയാണ്. ഇത് മനുഷ്യന് അപ്പുറത്തും ഇപ്പുറത്തുള്ള ബിൽഡിങ്ങുകൾക്ക് മനുഷ്യന് ഹാനികരമാണോ എന്ന കൺക്ലൂഡിംഗ് ആണ്. ഒരു ഐറ്റം മാത്രമല്ല. അത് പരാതി ലഭിച്ചാലാണോ അത് നോക്കാൻ? പരാതി ലഭിച്ചാൽ സ്പീഡാകും. പരാതി ലഭിക്കാതെ തന്നെ ആക്റ്റിൽ പറയുന്നത് സെക്രട്ടറിക്ക് ബോധ്യമായി സെക്രട്ടറി ആക്ട് ചെയ്യണമെന്നാണ്. എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ്റെ ദൈനംദിന റൊട്ടീൻ വർക്കുകളിൽ ഈ വിഷയം എടുത്ത് പൊതുമരാമത്ത് കമ്മിറ്റിയോ നഗരാസൂത്രണ കമ്മിറ്റിയോ ഏതെങ്കിലും ഒരു കമ്മിറ്റിക്ക് എടുത്ത് പരിശോധിച്ച് ചെയ്യാം. വേണമെങ്കിൽ കൊല്ലത്തിലൊരു തവണ പരാതി ഉണ്ടോ എന്ന് കോൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുക മിക്കവാറും ഒരു അപേക്ഷ പരാതി ഇത് കൊടുത്തിട്ടുണ്ട്, കോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ നിലയിലാണെങ്കിൽ ഒരുപക്ഷെ 100 കെട്ടിടങ്ങൾ കൂടി ഈ ലിസ്റ്റിലേക്ക് വരുമല്ലോ. വാടകക്കാരെ ഒഴിവാക്കാൻ വേണ്ടി അത് വേറെയുണ്ട്. ഉടമകള് സൂത്രം കാണിക്കുന്നുണ്ട് കേട്ടാ. ഈ വെട്ടം പൊളിച്ചളയാൻ തയ്യാറാണ്, അപകടം എന്ന് പറയുന്നുണ്ട്. വാടകക്കാരെ ഒഴിവാക്കണം, വാടക ഒഴിവായി പോകുന്നില്ല. ഞങ്ങൾ കൗൺസിലിൽ നമ്മൾ സംസാരിച്ചോ മാറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം? വാടകക്കാരെ ഒഴിവാക്കാൻ വേണ്ടി കെട്ടിട ഉടമ എൻ്റെ ബിൽഡിംഗ് അപകടാവസ്ഥയിലാണ്, ഇത് പൊളിക്കാൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തണം, വീടെന്ന് പറഞ്ഞിട്ട് കൗൺസിലിൽ ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ തട്ടിപ്പുകളൊക്കെ ഉണ്ട്. BJP വിഷയം ഉന്നയിച്ചിട്ടുണ്ടാവും കൗൺസിലിൽ ഈ പഴയ കെട്ടിടങ്ങളുടെ കാര്യം? തീർച്ചയായിട്ടും. ഇത് എന്താ പറയുക, കുറേ കാലങ്ങളായിട്ട് നേരത്തെ സൂചിപ്പിച്ചു 140 ആയിരുന്നു, പിന്നെ 272 ആയി. പക്ഷെ അത് ഈ തൃശ്ശൂർ പൂരം വരുമ്പോൾ മാത്രം ഇവർക്ക് അൺഫിറ്റ് നോട്ടീസ് നൽകുകയും പൂരം കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ഫിറ്റായി. അതാണ് മാജിക്ക്. അതിന് ശേഷം ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ പല സമയത്തായിട്ട് നമുക്കറിയാം ആ ജോസ് തിയേറ്ററിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ MO റോഡിൽ ഹൈ റോഡിലൊക്കെ ആയിട്ട് പല ബിൽഡിങ്ങുകളും കാലങ്ങൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വീണ സമയത്ത് ഒരു ചെറിയ തെക്കും തിരക്കല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സൈലൻ്റായി. ഇപ്പോൾ ഇതേമാതിരി ഇപ്പോൾ പുതിയ മേയർ ഒരു ഓർഡർ ഇറക്കി എല്ലാം ഇപ്പോൾ നടപടി അടിയന്തരമായിട്ട് എടുക്കുന്നുണ്ട്. ഒന്നും നടക്കില്ല എന്നറിയാം. കാരണം ആ സമയത്ത് കുറേ സെറ്റിൽമെൻറ്റുകൾ വേണ്ടി കുറേ ആൾക്കാരായി. ഇപ്പോൾ കച്ചവടം നല്ല രീതിയിൽ നടക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ പെട്ടെന്ന് പൊളിക്കാന്ന് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ വന്ന് ഒന്ന് സെറ്റിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കും. അതല്ലാണ്ട് അതിൻ്റെ പുറകിലൊന്നുമില്ല. അതിലൊക്കെ ഉപരി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, എൻ്റെ ഒരു കാഴ്ചപ്പാട്, അത് നമുക്ക് സംസ്ഥാന ഗവൺമെൻറ് സഹായം വേണം. ഇപ്പോൾ ജോസ് തിയേറ്ററിൻ്റെ പരിസരത്ത് MO റോഡിലേക്ക് നെറ്റ് ബാക്ക് എൻ്റെ ഡിസൈൻ അനുസരിച്ച് ബെൽമൗത്ത് വരുന്നുണ്ട്. അത് കഴിച്ചിട്ടുള്ള ഓടിട്ട കെട്ടിടങ്ങൾ പരിയങ്ങാടിയിൽ പല ഭാഗത്തുമുണ്ട്.
എനിക്ക് തോന്നുന്നു കോർപ്പറേഷൻ താല്പര്യമെടുത്ത് ഗവൺമെൻറ് പോയി സംസാരിച്ച് അത് ഒരുമിച്ച് പൊളിച്ച് ഒരൊറ്റ ബ്ലോക്കായി പണിയാനുള്ളൊരു സംവിധാനം, ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതിന് സംസ്ഥാന ഗവൺമെൻറ് സഹായം വേണം. ഈ പഴയ ഓട് കെട്ടിടങ്ങളൊക്കെ മാറ്റി പുതിയ സംവിധാനത്തിൽ കൂടി നല്ലൊരു കെട്ടിടം പണിയാനും, അത് പ്രൈവറ്റ് സ്ഥലങ്ങളാണ്, അവർ കൂടി സഹകരിച്ചുകൊണ്ട്, കോർപ്പറേഷനും കൂടി ഗവൺമെൻറ്റും കൂടി സഹകരിച്ചുകൊണ്ട് അത്തരത്തിലൊരു മൂവ്മെൻറ്റും കൂടി നമ്മൾ ഇടണം. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയ കെട്ടിടങ്ങളൊക്കെ പോയി പുതിയ കെട്ടിടങ്ങൾ വരുന്നു, റോഡ് വൈഡിങ്, അങ്ങനെയൊക്കെ ഒരുപാട് സിനിമയിൽ കാണാൻ ശക്തമായ നടപടിയൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. പക്ഷേ പ്രാവർത്തികമാണോ? വളരെ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകേണ്ടത് 1-2 ആളുകളല്ല, എല്ലാവരും ചേർന്ന്. അങ്ങനെയല്ല. അത് മാസ്റ്റർ പ്ലാനിൽ ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്വരാജ് റൗണ്ടിൻ്റെ 150 മീറ്ററിൽ ഒരേ രീതിയിലുള്ള ബിൽഡിങ്ങുകളാകണം, ഒരേ ഡിസൈൻ ആകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പുതിയ ബിൽഡിംഗ് നിർമ്മാണം വരുമ്പോൾ തീർച്ചയായും അതിലേക്ക് മാസ്റ്റർ പ്ലാൻ നിയമപ്രകാരം കൊണ്ടുവരാം. രാജ്യം പറഞ്ഞ മറ്റൊരു ഭാഗം നല്ല ആശയമാണ്. ഒരു മുൻകൈ എടുത്ത് ഏതെങ്കിലും ഇപ്പോൾ ഗവൺമെൻറ്റും ഒക്കെ ഒരു മുൻകൈ എടുത്ത് വളരെ ഡിമോളിഷ് ചെയ്യപ്പെടേണ്ട ബിൽഡിങ്ങുകൾ ഒരേ സ്വഭാവത്തിൽ പണിയാം എന്നൊക്കെ പറയുന്നത് നമുക്ക് പരിശോധിക്കാവുന്ന പരിഗണിക്കാവുന്ന വിഷയങ്ങളാണ്. ജോസ് തിയേറ്ററിന്റെ ബാക്കിലെ റോഡ് എത്ര പ്രധാനപ്പെട്ട റോഡാണ്, MROT എന്നുള്ള കണക്റ്റിനാ. ആരും ഉപയോഗിക്കില്ല, കള്ള് ഷാപ്പ് ആയിരുന്നു അല്ലേ പണ്ട്, ആരും സഞ്ചരിക്കുന്നില്ല, പിന്നെ മൂത്രമൊഴിക്കാനെ പോകുന്ന ആളുകൾ. അപ്പൊ ആ റോഡ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ അരിയങ്ങാടി അങ്ങനെയൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അതിപ്പോൾ കഴിഞ്ഞ കാലഘട്ടം മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അതുപോലെ കോർപ്പറേഷനുകൾ ഒരു പ്ലാൻ ചെയ്ത് നമുക്ക് പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല അത് പ്ലാൻ ചെയ്ത് പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ തൃശ്ശൂർ മനോഹരമാക്കാൻ പറ്റും. പഴയ കെട്ടിടങ്ങൾ പോകും, പുതിയ കെട്ടിടങ്ങൾ വരാനുള്ള സാധ്യതകൾ നമ്മൾ തീർച്ചയായും വേഗത്തിലാവട്ടെ, അപകടം സാധ്യതയും ഒഴിവാവട്ടെ. നമ്മൾ ചോദിച്ച വലിയ പ്രധാനമുള്ളൊരു ചോദ്യത്തിലേക്ക്, ഈ അറിവ് ശരിയാണെങ്കിൽ 3 കോടിയോളം രൂപ മഴക്കാല മുന്നൊരുക്കങ്ങൾക്കായി തോട് വൃത്തിയാക്കുന്നതിനും ഈ തോട് മണ്ണെടുത്ത് മാറ്റുന്നത് ഉൾപ്പെടെയുള്ളതിനായി തുക മാറ്റിവെച്ചിരിക്കുന്നു പറയുന്നു. ഇത്തവണ ആ തുക നൽകിയിട്ടുണ്ടോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ മഴയ്ക്ക് തൊട്ട് മുമ്പാണ്, കഴിഞ്ഞ ദിവസമാണ് ഈ കട്ടച്ചിറ പാലത്തിൽ ഉൾപ്പെടെ കുളവാഴ നീക്കാൻ എത്തിയിട്ടുള്ളത്. അതല്ല ഫണ്ട് ലഭ്യമല്ലാതെ വല്ല വിഷയം ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഇത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതാണ് പ്രശ്നം. 2,11,00,000 രൂപ എന്നത് 1-ാം ഘട്ടത്തിൽ പദ്ധതിയിൽ വെച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് പണം കിട്ടുക ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ പണി കഴിഞ്ഞ് പൂർത്തീകരിച്ച മെഷർമെൻറ്റ് നടപടി എന്ന് പറയുന്നത് ക്ലീനിങ് തന്നെയാണോ? ആ നിർമ്മാണം എന്ന് ഞങ്ങൾ പറയുക. ഇപ്പോൾ കുളവാഴ നീക്കണം, മണ്ണ് നീക്കണം, അത് വൃത്തിയാക്കേണ്ടതുണ്ടെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഓവർസിയർമാരും AUമാരൊക്കെ പോയി മെഷർമെൻ്റ് എടുത്ത് അളന്ന് തിട്ടപ്പെടുത്തി അതിനൊരു നടപടിക്രമമുണ്ട്. 2 കോടിയിൽ പരം രൂപ, 2,11,00,000 രൂപയാണ് അതിൻ്റെ 1-ാം ഘട്ടത്തിൽ. ഒരു വർഷം അല്ല ഇപ്പോൾ ഡിക്ലെയർ ചെയ്തത് തീർന്നില്ല. അത് പണി കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ മിനിമം 10% വർധന വരും. അപ്പം ഞങ്ങളോ ആരെങ്കിലുമൊക്കെ പറഞ്ഞു, രാജ്യം പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, വിനോദ് പറഞ്ഞു, അങ്ങോട്ടൊന്ന് വൃത്തിയാക്കണം, ഇങ്ങോട്ടൊന്ന് കയറ്റണം എന്നൊക്കെ പറഞ്ഞ് വൃത്തിയാക്കിയതുമായി പറഞ്ഞ് നിയമത്തിൽ 10% വരെ എന്ത് കൊടുക്കാം, അധിക തുക നൽകാം, വർധനവ് കൊടുക്കാം. അപ്പം ഏതൊരു ഞങ്ങളുടെയൊക്കെ ഇതുവരെയുള്ള ചരിത്രത്തിലൊന്നും പിറകിലേക്ക് പോയിട്ടില്ല, കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ 2 കോടിയുടെ 10% എന്തായാലും ഇനിയും കൂടുതൽ വരും. ഇതിന് പുറമെ അഡീഷണൽ വേറെ നടക്കും. അഡീഷണൽ എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും പെടാതെ വരുന്ന കാഷ്വലായും ഇൻസിഡൻ്റായിട്ട് വരുന്ന കുറേ ഭാഗങ്ങൾ വരും. ആ സ്ലാബ് ഒന്ന് പൊന്തിച്ചു, ഇതൊന്ന് പൊന്തിച്ചു, ഇത് കൈകാര്യം ചെയ്തു, അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഒരു സീരിയസ് ആയി രാത്രി 4 മരം വെട്ടി, അങ്ങനെയൊക്കെ വരുന്ന കുറേ കാര്യങ്ങൾ വേറെ കരാറുകാരെ കൊണ്ട് നമ്മൾ പറഞ്ഞ് ചെയ്യിക്കും. അങ്ങനെ ചെയ്യിച്ചാൽ അവർക്ക് എന്ത് ചെയ്യണം? പണം കൊടുക്കണം, നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 3 കോടി രൂപ ഒരു വർഷക്കാലം ഏതിന് വരും? ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വരും. കാന ക്ലീനിങ്ങും വൃത്തിയാക്കലുമായിട്ട് വരും. ഞാൻ ഈ മഴക്കാലം വരുമെന്ന് നമുക്കറിയാമല്ലോ, വർഷക്കാലം വരും നമുക്കറിയാം. എന്തുകൊണ്ട് DPC അംഗീകാരം മേടിച്ചില്ല? എന്തുകൊണ്ട് സമയബന്ധിതമായി ടെൻഡർ ചെയ്തില്ല? ഞാൻ ഇപ്പോഴും പറയുന്നു, എഗ്രിമെൻ്റ് പോലും വെച്ചിട്ടില്ല കരാറുകാർ കോർപ്പറേഷനിൽ. അത് വഴക്കുണ്ടാക്കിയ കരാറുകാർ ഇത് നമ്മൾ പറഞ്ഞതിന് ഇഷ്യൂ ഉണ്ടായാൽ ആരെങ്കിലും കേസ് കൊടുത്താൽ പണിയിട്ട് പോവും, പേടിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാത്തതാ. എഗ്രിമെൻ്റ് പോലും വെച്ചിട്ടില്ല എന്ന്. DPC അംഗീകാരമില്ല, മര്യാദയ്ക്ക് ടെൻഡർ വിളിച്ചിട്ടില്ല. കരാറുകാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടോ? കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കരാറുകാർ വർക്ക് എടുത്താൽ വർക്ക് ഓർഡർ കൊടുക്കണമെങ്കിൽ എഗ്രിമെന്റ് വെക്കണ്ടേ കോർപ്പറേഷനായിട്ട്? ഈ ആദ്യഘട്ടത്തിൽ 2,11,00,000 രൂപയാണ് ഈ കരാറുകാർക്കുള്ളത്. യെസ്. അല്ല, ഇതിൽ ഒന്നാമത് ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു വ്യത്യസ്ത ടാക്ടിക്സ് ഉണ്ട്. അത് പ്രതിപക്ഷം പറയുമ്പോൾ അതിൻ്റെ 2 വശം, ഫിസിക്കലായിട്ടുള്ള കാര്യം പറയണം, സാങ്കേതികമായി ഈ പ്രശ്നം
നടപടികൾ പൂർത്തീകരിച്ച് ടെൻഡർ കഴിഞ്ഞ് കൗൺസിൽ അംഗീകരിച്ച് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എന്നാൽ പലരും എന്ത് ചെയ്തിട്ടില്ല, എഗ്രിമെൻ്റ് കടലാസ് മുദ്രപത്രം മേടിച്ചു കൊടുക്കുന്ന എഗ്രിമെൻ്റ് വെക്കുന്ന നടപടിയൊക്കെ ചെയ്യുക. അതൊക്കെ സാങ്കേതികമായി ഇതിനിടയിൽ നടക്കും. എല്ലാ വർക്കുകളും കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. ആ കാര്യത്തിൽ തർക്കങ്ങളുടെ പ്രശ്നം കാലയളവിലാണിത് തീരുമാനമായത്? തീരുമാനം ഏപ്രിലായല്ലോ ആയിട്ടുണ്ട്. അല്ലെ ചോദിക്കുന്നത് ഇപ്പോൾ മഴ പെയ്ത് ഇട്ട് പോലും പലയിടത്തും കുളവാഴകൾ നീക്കം ചെയ്തിട്ടില്ല, പലയിടത്തും. അല്ല, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുളവാഴകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ നമുക്ക് ഏത് ഘട്ടം വരെ പോണ്ടി വരും? മറ്റേ ജൂലൈ 15-ാം തീയതി വരെ പോണ്ടി വരും. കുളവാഴകൾ എന്ന് പറയണത് ഇപ്പോൾ ബാക്ക് വാട്ടർ ആവും. ഏനോമാവുന്ന കുളവാഴകൾ ഇങ്ങോട്ട് വരും. പിന്നെ മറ്റ് പഞ്ചായത്ത് നമ്മുടെ മുകളിൽ നിന്ന് വരുന്നതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ വേറെ വരും. ഇതെല്ലാം ഇതിങ്ങനെ കൃത്യമായി പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കണത്. അതിന് തർക്കമുള്ള കാര്യം. ഈ മഴയ്ക്ക് മുമ്പ് വൃത്തിയാക്കൽ തുടങ്ങിയിട്ടുണ്ടോ? മഴയ്ക്ക് മുമ്പ് തുടങ്ങിയല്ലോ. മഴയ്ക്ക് മുന്നേ പൂർത്തീകരിച്ചില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം. ആരംഭിച്ചിട്ടില്ല, പൂർത്തീകരിക്കാനായിട്ട് കഴിയില്ല. അങ്ങനെ ഒരു ഉദാഹരണം പറയാം. എന്റെ ഡിവിഷൻ ഗാന്ധിനഗർ ഡിവിഷനിൽ ആരംഭിച്ചിരുന്നില്ല, ഇന്നലെയാണ് ആരംഭിച്ചത്. റീസെന്റ് മേയർക്ക് വന്ന് നോക്കിയതാണ്. അഡ്വക്കേറ്റ് വില്ലി ചേറൂർ ഡിവിഷനിൽ ഇതുവരെ ഈ നമ്മളോട് സംസാരിക്കുന്ന സമയം വരെ ആരംഭിച്ചിട്ട് പോലും ഇല്ല. പള്ളിക്കോട് ഡിവിഷനിലെ മുണ്ടുപാലത്താണ് ഇന്നലെയാണ് ആരംഭിച്ചത്. വളർക്കാവ് ഇന്നലെയാണ് ആരംഭിച്ചത്. കിഴക്കുംപാട്ടിൽ ഇന്നലെയാണ് ആരംഭിച്ചത്. വിനോദ് പൊള്ളഞ്ചേരിയുടെ രണ്ട് ദിവസം മുമ്പ് തുടങ്ങിയ, പക്ഷെ അത് ചെയ്തത് ഞാൻ പറഞ്ഞില്ലേ, നേരെ ഘടകവിരുദ്ധമായിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മുണ്ടുപാലത്തിന്റെ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് വരണം, എന്നാലാണ് ആ പ്രോബ്ലം. അത് 2 ദിവസം മുമ്പത്തെ കാര്യം. അവിടെയാണ് ഞാൻ പറയുന്ന പ്രശ്നം. അതായത് കണ്ടിന്യൂസ് ഒരറ്റത്തുനിന്ന് പിടിച്ചു വന്നില്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ വൃത്തിയാക്കുന്നത് മറ്റേ പ്രശ്നം. അതൊക്കെ ശരിയാണ്. ഞാൻ ചോദിക്കുന്നത് ഈ 2,11,00,000 രൂപ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ശ്രീ വർഗീസ് കണ്ണംകുളത്ത് തന്നെ പറഞ്ഞു 3 കോടിക്ക് അടുത്തേക്ക് വരും. 2,41,000 രൂപ, ഒരു 10% വിഹിതം ഉൾപ്പെടെ 3 കോടിക്ക് അടുത്തേക്ക് വരുന്ന 20 ലക്ഷം. 20 ലക്ഷം, 2 കോടി 40 ലക്ഷം എന്ന് തന്നെ കണക്കാക്കാം. ഈ തുകയെല്ലാം നമ്മൾ കരാറുകാർക്ക് നൽകി. ഇത് നൽകിയിട്ടില്ല. അല്ല, നൽകുമല്ലോ. അതിന് മുമ്പായിട്ട് ഇത്രയും വലിയ തുക നൽകുമ്പോൾ മഴ പെയ്തതിന് ശേഷം ഇവർ പണി ആരംഭിക്കാൻ മണ്ണ് മാറ്റാൻ പറ്റില്ല. ഈ കുളവാഴകൾ മാത്രം നീക്കം ചെയ്യാനാണ് സാധിക്കുക. തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ മാത്രമുള്ള ഒരു വിഷയമാണ് ഈ കാണുന്നത്. 2 കോടിയിൽ പരം രൂപ ഈ കുളവാഴകൾ വേറെ ഒരു സ്ഥലത്ത് പണി ചെയ്യുന്നില്ലേ. പക്ഷെ ഈ തുക, ഇത്രയും വലിയ തുക നൽകിയിട്ട് അതുകൊണ്ടാണല്ലോ കുഴപ്പമില്ലാതെ നിൽക്കണേ. അല്ല, ഈ തുക ഉണ്ടാകണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത്. കുഴപ്പമില്ലാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? കേൾക്ക്, കുഴപ്പമില്ല, ഒരു പ്രശ്നവും ഇല്ലാതെ, ഇപ്പോൾ വേറെ പ്രശ്നങ്ങളില്ലാതെ ഇപ്പോൾ നമ്മൾ വെള്ളക്കെട്ട് ക്യാമ്പൊന്നും ആരംഭിക്കാതെ നിൽക്കുന്നത് ബാലൻസ് ചെയ്ത് പോകുന്നോണ്ടാണ്. ഇല്ലെങ്കിൽ ഒരു മരം വീണ അപ്പോൾ തന്നെ എടുത്തു മാറ്റുന്നു. വളരെ ജാഗ്രതയോടുകൂടി വർക്ക് നടക്കുന്നതുകൊണ്ടാണ്. പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്താ, ഇവരാഗ്രഹിക്കുന്ന ഡേറ്റിൽ 211 വർക്ക് എടുത്ത കരാറുകാർ 200 ഒരേ സമയം ചെയ്തില്ല. കരാറുകാരുണ്ട്. അയ്യോ, ചുരുങ്ങിയത് ഒരു 30-40 കരാറുകാരുണ്ട്. ഈ 30 കരാറുകാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പണി തുടങ്ങിയെന്ന് ഈ 2 ചിലവർ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും തുടങ്ങിയിട്ടില്ല. അവരിനി എന്താണ് ചെയ്യാൻ? നിയമപരമല്ലേ പറ്റുള്ളൂ. അവർക്കിനി എന്താണ് ചെയ്യാൻ? മഴ പെയ്തു, വെള്ളം ഒഴുകി തുടങ്ങി, ഇനി എന്താണ്? ഞാൻ പറഞ്ഞ ആ ചോദ്യത്തിന് നിയമപരമല്ലാണ്ട് അവരെന്ത് ചെയ്യാൻ പറ്റും? ഇനി ചെയ്യാവുന്നത് അവർക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തുടങ്ങാത്ത ആളുകൾ അവരെ നമ്മൾ ഒഴിവാക്കി വേറെ ആളുകളെ കൊണ്ട് അറേഞ്ച് ചെയ്യിക്കേണ്ടി വരും. അങ്ങനെയല്ലേ പറ്റുള്ളൂ. കരാറുകാരാണുള്ളത് ചെയ്യുക. ഇപ്പോൾ ഭൂരിപക്ഷം കരാറുകാരും ചെയ്തു. ചില കരാറുകാർ എന്ത് ചെയ്തിട്ടില്ല. അത് വാസ്തവമാണ്. അവരെ കൊണ്ട് ചെയ്യിക്കണം. ചെയ്യില്ലെങ്കിൽ അവരെ വേറെ ആളെ കൊണ്ട് നമ്മൾ ചെയ്യിക്കും. തീർച്ചയായും ഇതിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇതിലും മറ്റ് ജാഗ്രത പുലർത്താനില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ജാഗ്രത എന്ന് പറയുന്നത്, 1 എടുക്കാൻ പറയുന്നു, 2 കൗൺസിൽ തീരുമാനിക്കുന്നു. അതോടുകൂടി ഒരു വട്ടം കൗൺസിലിൻ്റെ ഭരണപരമായ കഴിയും. എക്സിക്യൂട്ടീവിൻ്റെ ചുമതല അതല്ല. ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ ഇടപെടണം. ആ ജോലി കൃത്യമായി നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയൊന്നും ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ കുന്നംകുളത്ത് നടക്കുന്നുണ്ടോ? ഗുരുവായൂർ നടക്കുന്നുണ്ടോ? ഇരിഞ്ഞാലക്കുട നടക്കുന്നുണ്ടോ? സമീപത്തെ ഏതെങ്കിലും പഞ്ചായത്തിൽ ഇതുപോലെ സീരിയസ് ആയി കാന വൃത്തിയാക്കാൻ പണം ചെലവ് ചെയ്ത് കരാറെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ കോർപ്പറേഷൻ ഒരു ഉദാഹരണം മാത്രമായി പറയുകയാണ്. എവിടെയും നടക്കുന്നില്ല എന്നുള്ളതാണ്. 2000 മുതലാണ് കോർപ്പറേഷൻ നിലവിൽ വന്നത്. 2000 മുതലാണ് ഇത് ആരംഭിച്ചത്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് വിൽവട്ടം പഞ്ചായത്തിൻ്റെ ഏരിയയിലാണ്. പക്ഷെ അന്ന് വിൽവട്ടം പഞ്ചായത്തായിരിക്കുമ്പോൾ ഈ പരിപാടി ഒന്നുമില്ല. റീസൺ പറഞ്ഞാൽ ശരിയാണ്, പഞ്ചായത്തുകളുടെ സ്ഥലങ്ങളൊന്നുമില്ല. പക്ഷേ ഇന്ന് കോർപ്പറേഷൻ 2000 രൂപീകരിച്ചപ്പോൾ കോർപ്പറേഷൻ സ്വഭാവം മാറി. കോർപ്പറേഷൻ്റെ സ്വഭാവം മാറിയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും കോർപ്പറേഷനിൽ മാധ്യമങ്ങൾ കൂടുതൽ വരും, മഴ ശ്രദ്ധ കിട്ടും, ഒഴിവുകൾ പരാതികൾ കൂടുക. സ്വാഭാവികമായിട്ടും 2000 മുതൽ ആണ് ഈ ക്ലീനിങ് ആരംഭിച്ചത്. അന്നൊക്കെ 50 ലക്ഷം രൂപ 6 ലക്ഷം രൂപയ്ക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ വ്യത്യാസം വന്നു. ഇതിൽ ഏറ്റവും വലിയ അപകടം വേറെ നിങ്ങൾക്ക് മനസ്സിലാക്കട്ടെ.
ഏത് ഉദ്യോഗസ്ഥരാണ് സൈറ്റിൽ പോയിട്ട് എസ്റ്റിമേറ്റ് എടുക്കുന്നത്? ഇപ്പോൾ എൻ്റെ ഡിവിഷൻ തോട് എങ്ങനെ എസ്റ്റിമേറ്റ് എടുക്കുന്നത്? അവിടുത്തെ എഴുതി പറയാം എനിക്ക് തോടറിയില്ല എന്ന്. അപ്പോൾ ഞാൻ എഴുതി ചോദിച്ചു, തോട് മനസ്സിലാക്കിയില്ല, അത് എവിടെ തൊട്ടാണ് അവസാനിക്കുക. അപ്പം നിങ്ങൾ എങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തേ? കരാറുകാർ പറയുന്നു ആ തുക കൊടുക്കും. നിങ്ങൾ എങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തു? ഇതിൻ്റെ എത്ര മണ്ണെടുക്കണം, എത്ര പായൽ മാറ്റണം, എന്ത് ചെയ്യണം, നിങ്ങൾ എങ്ങനെ എസ്റ്റിമേറ്റ് എടുത്തു? കമ്മച്ചെടുക്കണം. അപ്പം ഇതിന് എനിക്ക് പറയാനുള്ളത് ഭരണ നേതൃത്വത്തിൻ്റെ പരാജയമാണ്. ഇത് ഭരണമുണ്ടല്ലോ, ഇവിടെ മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, സ്റ്റാൻഡിംഗ് ചെയർമാന്മാരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, സെക്രട്ടറി ഉണ്ട്. ഇവരെന്തിനായിരിക്കും? അതിൽ എനിക്കൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഇത് 2000 കോർപ്പറേഷൻ രൂപീകൃതമായതിനു ശേഷം വർഷങ്ങളായി ഇങ്ങനെ തുക നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പരാമർശം തെറ്റാണ്. വർഷങ്ങളായി തുക നൽകലല്ല, വർക്കുണ്ട്, വർക്ക് നടക്കുന്നുണ്ട്, ക്ലീനിങ് നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്ന അതിലേക്കല്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദ്യോഗസ്ഥന് അറിയില്ല എന്ന് പറഞ്ഞ, തോടറിയില്ല എന്ന് പറഞ്ഞത് എല്ലാ കാലത്തും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ കാലത്ത് മാത്രമല്ല. ഒരു ആവേശം, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഇതിപ്പോ എസ്റ്റിമേറ്റ് എടുത്ത ആളല്ല പിരിക്കുന്നുണ്ടാവുക. എസ്റ്റിമേറ്റ് എടുത്ത ആളല്ല, ആളുകൾ മാറി വന്നിട്ടുണ്ടോ, അവരോട് ചോദിക്കുമ്പോൾ ഈ പറഞ്ഞ കാര്യമുണ്ടാവും. കൗൺസിലർമാരിൽ ഈ പ്രശ്നം ഉണ്ടാവും. പക്ഷേ ഇത്തരം വിഷയങ്ങളൊക്കെ യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുള്ളൂ. യുദ്ധകാലാടിസ്ഥാനത്തിൽ നടക്കുന്നതിൻ്റെ ഇടയിൽ എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ആവില്ല. ഞാൻ അവിടെയല്ല നിൽക്കുന്നത്. ഞാൻ നിൽക്കുന്നത് എന്താ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പറയുന്ന സമയം വരെ എത്ര മില്ലിമീറ്റർ മഴ പെയ്ത്, എന്നിട്ട് എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ ഇടപെടലിൻ്റെ ഭാഗമാണ്. ഈ ഇടപെടലിൻ്റെ ഇല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ വിഷയത്തെ അങ്ങനെ കാണുമ്പോൾ എന്താ, ചിലയിടത്ത് ചില പോരായ്മകളുണ്ട്. ഒരു ഉദാഹരണത്തിന് നേരത്തെ ഇപ്പോൾ രാജമ്പല്ലൻ പറയുന്ന കട്ടച്ചിറ തോട് എന്ന് പറയുന്നത് നേരത്തെ ചെയ്യേണ്ടതാണ്. നമുക്കാർക്കും തർക്കമില്ല. എടുത്ത കരാറ് ചെയ്തിട്ടില്ല. ആ കരാറുകാരനെ ഞങ്ങളുൾപ്പെടെ വിളിച്ചു വരുത്തി അയാളെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ തുടങ്ങി. ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. വർക്ക് പൂർത്തിയായിട്ടില്ല. കരാറുകാർ വൈകാനുള്ള കാരണം എന്താണ്? അവരുടെ ഓരോ താല്പര്യമല്ലേ. കരാറുകാർക്ക് പൈസ ഇല്ലാത്തതുണ്ടാവും. പിന്നെ ഇപ്പോൾ വരുമ്പോഴുള്ള പ്രശ്നം മറ്റേ എന്താ പറയുക, ബാർജർ വേണം. ബാർജർ വെള്ളത്തിൽ അതിൻ്റെ അതൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല. അപ്പോൾ വല്ലവൻ്റെ കയ്യിൽ നിന്ന് വാടകയ്ക്ക് എടുത്ത് കൊണ്ടുവരണം. ക്രെയിൻ കൊണ്ടുവന്നവര് ഈ ബാർജർ നിൽക്കില്ല, ഒഴുക്കിൽ പോകും. അപ്പോൾ ക്രെയിൻ കൊണ്ടുവന്നിട്ട് പിടിച്ചു നിർത്തണം. ബാർജറിനെ ഇങ്ങനെ പിടിച്ചു നിർത്തണം, അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ഫോഴ്സിൽ ഒഴുകല്ലേ. അപ്പോൾ ക്രെയിൻ കൊണ്ടുവന്നു, ബാർജർ ഒഴുകി പോയി നേരത്തെ. അതിന് ക്രെയിൻ കൊണ്ടുവന്ന് പിടിച്ചു നിർത്തി ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് കട്ടച്ചിറ. വിനോദ് ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞല്ലോ. ഇതിനെ സംബന്ധിച്ചേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിപ്പോൾ പഴയ ആരോടുത്ത ഒരു എസ്റ്റിമേറ്റ് പ്രകാരം അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. അതിൻ്റെ എന്താ പറയുക, സാമ്പത്തികം മാത്രം ഒരേ വർഷം അതിൻ്റെ കൂടുന്നത് ഇങ്ങനെ കൂട്ടി വലിയ അമൗണ്ടിലേക്ക് എത്തി. പക്ഷേ ഈ അവസാന നിമിഷം കൊണ്ടൊന്ന് ചൈനേൻ്റെ പിന്നിൽ ഈ കരാറുകാർക്ക് ഉള്ള സൗകര്യം കൂടി ചെയ്തു കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ ആരോപണം. കാരണം ഇത് ചെളി അടക്കം നീക്കം ചെയ്യാനാണ് ഇവർ എസ്റ്റിമേറ്റ് ഒക്കെ എടുത്തിട്ടുള്ളത്. ചെളി പോയിട്ട് ആ പരിസരത്തേക്ക് പോകണില്ല. ഒരു തിണ്ടിട്ടുണ്ടെങ്കിൽ പോലെ അതുപോലെ ഇടിക്കില്ല. ഇവർ ആ മുകളിലത്തെ ആ വള്ളിയും കുളവാഴിയും മാത്രമാണ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് അവർക്ക് പണി കഴിക്കാൻ പറ്റുന്നതും എന്നാൽ വലിയൊരു എസ്റ്റിമേറ്റ് എടുത്ത് അതിൻ്റെ ഫണ്ട് അനുവദിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ വലിയ അഴിമതി ഉണ്ടെന്നാണ് ഞങ്ങളുടെ ആരോപണം. നേരത്തെ ഒരു കാര്യം പറഞ്ഞ് സൂചിപ്പിക്കാൻ അത് സമയം കിട്ടിയ രാജേട്ടൻ ഇടപെട്ടു. നമ്മുടെ ആ ഷീറ്റ് പണമായിട്ട് ബന്ധപ്പെട്ട് ആ പ്രവൃത്തിയിൽ അപകടമാണെന്ന് നമ്മുടെ വർഗീസാടൻ പറഞ്ഞു. ആ പ്രവൃത്തി ചെയ്താൽ തന്നെ അപകടമാണെന്ന്. കോർപ്പറേഷനിന് ഏത് പ്രവൃത്തിയിലും അപകടം ഇല്ലാത്ത, ഇപ്പോൾ ഒളരിയിലൊരു ഇത് ഹോള് മാർക്കറ്റ് ബിൽഡിങ് പണിത് വെച്ചിട്ടുണ്ട്. ഒരു എയർ കിടക്കാനുള്ള ഗ്യാപ്പോ ഒരു വേസ്റ്റ് പുറത്തേക്ക് പോകാനുള്ള സംവിധാനവും ഇല്ലാണ്ട് അവിടെയുള്ള കട എടുത്തവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് റോഡിലിട്ട് കച്ചവടം ചെയ്യുക. അപ്പം നമ്മുടെ ഈ ഇവിടുത്തെ എൻജിനീയേഴ്സ് എന്ത് പാനന്തണ്ടം വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിൻ്റെ എന്തൊരു നടപടിയാണ് ഈ ഭരണസമിതി നടത്തുന്നത്? ഇപ്പോൾ ഏറ്റവും വലിയ ദുരിതം നമ്മുടെ കുറുക്കഞ്ചേരി മുതൽ ഈ കുറുപ്പ റോഡ് വരെ റോഡ് പണിതു. ഇത് അന്ന് റോഡ് പണിത് കൊണ്ട് ഞാൻ എതിരാ. കാരണം വെച്ചാൽ അത്ര റോഡ് പൊന്തിച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവർക്കും ദുരിതമാണ്. വെച്ചാൽ പഴയ ബിൽഡിങ്ങുകളെ കൂടുതൽ, പുതിയ ബിൽഡിങ്ങുകൾ വളരെ കുറച്ചുള്ളൂ. അവരൊക്കെ ഇപ്പോൾ കുഴിയിലായി. ഇപ്പോൾ ഈ റോഡ് പണി കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിൻ്റെ പൂരത്തിനു മുമ്പ് റോഡ് പണി പൂർത്തീകരിച്ചു. ആ മഴയ്ക്ക് മുമ്പ് ആ കാന ഉയർത്താനുള്ള ഒരു സ്റ്റെപ്പ് ഇടാൻ വേണ്ടി ദിവസവും അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഉണ്ട്, ആളെ ഡെയിലി ബന്ധപ്പെടും. ഇപ്പം മഴയ്ക്ക് ഒരാഴ്ച മുമ്പാണ് ഇപ്പോൾ മെട്രോ തൊട്ട് ആ രണ്ട് സൈഡും പൊളിച്ചിട്ടു, കൊളശ്ശേരിയിൽ പൊളിച്ചിട്ടു. ഒരാൾക്ക് ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് സ്വന്തം വീട്ടിലേക്ക് ഒരു വണ്ടി വയ്യാത്ത ഒരാളെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ പറ്റാത്ത സാഹചര്യത്തിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു പ്രവൃത്തിയിലും വേണ്ട വിധത്തിലൊരു ഇടപെടൽ ഭരണസമിതിയുടെ ഭാഗത്തും ഇല്ല. അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് അത് പരിശോധിക്കാനുള്ള സംവിധാനം നമ്മുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും ഇല്ല. ആ റോഡിനെ കുറിച്ച് ഞാൻ ഇനി കൂടുതൽ പറയണ്ട, നിങ്ങൾക്ക് ആ വഴിക്ക് പോണവരല്ലേ.
ഒരു നിലവാരമില്ലാത്ത റോഡാണ് ഇവർ ഭയങ്കര വികസനത്തിൻ്റെ അഭിമാനമായിട്ട് ഉയർത്തി കാണിക്കുന്ന കോൺക്രീറ്റ് റോഡ്. ആ വണ്ടിക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ ഷോക്ക് അടിച്ച പോലെ ടൂ വീലറിലൊക്കെ പോകുന്നവർക്ക് അറിയാം. ആ കുറക്കം ചെയ്ത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഷോക്ക് അടിച്ച പോലെ ആ വണ്ടി ഇങ്ങനെ ചിറക്കിനെ. അത്രയും നിലവാരമില്ലാത്ത റോഡ് പല സ്ഥലത്തും ഇപ്പോഴേ പൊട്ടി തുടങ്ങി. ഈ 10 കോടി എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് എത്ര വർഷത്തേക്ക് എന്നുള്ള നിലവാരം. അപ്പോൾ മെക്കാടൻ ടാറിങ്ങാണെങ്കിൽ വെറും ഒരു 2-2.5 കോടിയിൽ തീരേണ്ട പണി. ആ പണിയാണ് ഇവർ അഭിമാനമാക്കിയിട്ട് 10 കോടി ഇപ്പോൾ റോഡിൻ്റെ, ഇനിയിപ്പോൾ 2 കോടി അതിൻ്റെ അനുബന്ധ വർക്കുകൾക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 12 കോടി ചിലവാക്കിയിട്ട് ആ ഭാഗത്തെ ജനങ്ങളെ, ആ ഭാഗത്തല്ല ആ ഭാഗത്തെ ജനങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നു. പക്ഷെ തൃശ്ശൂർ വരുന്ന മുഴുവൻ ജനങ്ങൾക്കും ദുരിതം വിതയ്ക്കാൻ മാത്രമേ ഇത് ഇത്ര സംവിധാനം സാധിച്ചുള്ളൂ. ഇവർ LDF ഭരിക്കുമ്പോഴത്തെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ ഒക്കെ തലതിരിഞ്ഞ് ആരും ചെയ്യും. ഇപ്പം ബിന്ദു മേയറായിരുന്നു, പ്രൊഫസർ ബിന്ദു, ഇപ്പോഴത്തെ മന്ത്രി ബിന്ദു മേയറായിരുന്നു. സ്വരാജ് റൗണ്ട് നല്ല കോൺക്രീറ്റ് ആയിരുന്നു, അന്ന് ടാറിങ്ങാക്കി. അരിയങ്കാടി കോൺക്രീറ്റ് ആയിരുന്നു, ടാറിങ്ങാക്കി. എന്നിട്ട് ഞാൻ അന്ന് കൗൺസിലുണ്ട്, കൗൺസിൽ മേയറോട്, അന്നത്തെ മേയറോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യല്ലേ, നിങ്ങൾ ആ കോൺക്രീറ്റ് ഭാഗം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് അത് മാത്രം ചെയ്യൂ, ടാറിങ് ചെയ്യല്ലേ, ആ പഴമ നിലനിർത്തൂ, ആ പുതുമ നിലനിർത്തൂ. അംഗീകരിച്ചില്ല, അതിന് മുന്നോട്ട് ടാർ ചെയ്തു. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? ഇപ്പം ഭരണം മാറി, വർഗീസ് ഉണ്ടാക്കി അധികാരത്തിൽ വന്നു, ഇപ്പം ലൈൻ മാറ്റി, ഇപ്പം വീണ്ടും ടാറിങ്ങിൻ്റെ മുകളിൽ അത് പൊളിച്ചു കളഞ്ഞ് കോൺക്രീറ്റ് ചെയ്യാം. ഇപ്പം റൗണ്ട് അന്ന് കോൺക്രീറ്റ് ആയിരുന്നുവെങ്കിൽ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയാണ് അന്ന് ആ ബിന്ദു ചെയ്തത്. ഇപ്പം അരിയങ്കാടി എന്താ സ്ഥിതി? കോൺക്രീറ്റ് ആയിരുന്നു, അത് ടാർ ചെയ്തു. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അജിതാ ജയരാജനുള്ളപ്പോൾ ആ ടാറിങ് പൊളിച്ച് മാറ്റി 2 മുകളിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്തു. ഇപ്പോൾ വിനോദ് പറഞ്ഞ റോഡ്, കുറുക്കഞ്ചേരി റോഡ്, നിങ്ങൾ ഫ്ലൈറ്റിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഫ്ലൈറ്റ് ഇങ്ങനെ ഇറങ്ങി ലാൻഡ് ചെയ്യണ നേരത്തെ വീല് ടച്ച് ചെയ്യുമ്പോൾ, ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഡ്രൊരു അതിൻ്റെ ജർക്കിങ് വരും. എന്നതുപോലെയാണ് ഗവൺമെൻറ് പണിത ആ റോഡ് കഴിഞ്ഞ് കുറുക്കഞ്ചേരി കയറി കഴിഞ്ഞാൽ അറിയാം, നമുക്ക് ആ കോർപ്പറേഷൻ പണിത റോഡാന്ന് മനസ്സിലാവും. അതായത് ആ സ്പെസിഫിക്കേഷൻ പ്രകാരം ചെയ്തില്ല, വേണ്ടത്ര രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചില്ല. ആ റോഡിൻ്റെ കോർപ്പറേഷൻ്റെ സ്ഥിതിയാണ് ആ റോഡ്. കോർപ്പറേഷൻ എങ്ങനെ ഭരണം മുന്നോട്ട് പോകുന്നതിൻ്റെ ഉദാഹരണമാണ് ആ റോഡ് എന്നാണ് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട്. മുൻകാലങ്ങളിലും മഴയുണ്ടായിരുന്നു, നമ്മുടെ കുട്ടിക്കാലങ്ങളിലും മഴയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സമീപകാലങ്ങളിൽ 2018 പ്രളയത്തിന് ശേഷം മഴയെ പേടിയോടെയാണ് കാണുന്നത്. അത് മാത്രമല്ല, അന്ന് പെയ്യുന്ന പോലെയല്ല, ഒരു ദിവസം കൊണ്ട് ഒരാഴ്ച പെയ്യേണ്ട മഴയെല്ലാം പെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇങ്ങനൊരു സാഹചര്യത്തിൽ മഴക്കാല കെടുതികൾ നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. അവസാനമായി ഈ പകർച്ചവ്യാധികൾ നമ്മൾ ഭയക്കേണ്ട ഒരു സാഹചര്യമുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ. മുൻകാലങ്ങളിൽ മഴയ്ക്ക് മുമ്പായിട്ടുള്ള ആ രീതിയിലുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. NRHM ഫണ്ടിൻ്റെ ഒരു വിഹിതം കിട്ടാറുണ്ട്. ഇത്തവണ മഴ നേരത്തെയാണ് വന്നിട്ടുള്ളത്. ആ മേഖലയുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? ഇന്നലെ അതിൻ്റെ സർക്കാർ തല യോഗം ഇന്നലെ കോർപ്പറേഷനിലുണ്ടായിരുന്നു. തുടർന്ന് ഇപ്പോൾ കുറേ കൂടി വലിയ സൗകര്യമല്ലേ, 6 PHC ജില്ലാ ആശുപത്രി, 5 PHC, 3 നമ്മുടെ അർബൻ സെൻറ്റർ, 9 വെൽനസ് സെൻറ്റർ, വലിയ തോതിലുള്ള സംവിധാനമുണ്ട്. ഇമ്മ്യൂണൈസേഷന് നിലപാടുകളുണ്ട്, അതിനാവശ്യമായ പണം കൊടുക്കുന്നുണ്ട്. ക്യാമ്പുകളും അതുപോലെ തന്നെ ഈ മറ്റ് സ്റ്റേറ്റിലെ തൊഴിലാളികളൊക്കെ ഉള്ള കേന്ദ്രങ്ങൾ നോക്കി അവിടെ ഇമ്മ്യൂണൈസേഷനും അതുപോലെ തന്നെ പകർച്ചവ്യാധികൾ വരാതിരിക്കാൻ ആവശ്യമായ ഇടപെടൽ മെഡിക്കൽ ടീം നന്നായി ആക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തുടർ ദിവസങ്ങളിൽ അത് പരിശോധിച്ച് വേണ്ടത് ചെയ്യാൻ കഴിയും. ഇന്നലത്തെ റിപ്പോർട്ട് വരുമ്പോൾ നമുക്ക് കോളറയുടെ 2 ഉണ്ട്, അപൂർവം ചിലത് അവിടെ ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനി അത് കൂടാനാണ് സാധ്യത, വരാതിരിക്കാൻ ആവശ്യമായ. നമുക്ക് മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സംസാരിക്കാനുണ്ട്. ഈ പകർച്ചവ്യാധിയോടൊപ്പം തന്നെ വീണ്ടും കോവിഡ് വ്യാപകമാകുന്നു, പുതിയ വകഭേദം എന്നെല്ലാമുള്ള ഭീതിയെല്ലാം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ കോർപ്പറേഷൻ്റെ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ കോർപ്പറേഷനിലെ മാത്രമല്ല ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഷയം കൂടി കണക്കാക്കിയാണ് നമ്മൾ പറയുന്നത്. പലയിടത്തും തോടോ കാനകളോ ക്ലിയർ ചെയ്തിട്ടില്ല, അതിനുള്ള ഫണ്ട് ലഭിച്ചിട്ടില്ലെന്ന് ചിലർ പറയുന്നു, ചിലർ കരാർ നൽകിയിട്ടില്ല. വെള്ളക്കെട്ടിൻ്റെ വലിയ വിഷയങ്ങളെല്ലാം ഉണ്ട്. തുടർച്ചയായി ഇങ്ങനെ മഴയാണെങ്കിൽ നമ്മൾ കാണുന്നതിലേക്ക് അപ്പുറമായിരിക്കും കാര്യങ്ങൾ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിലും ഇത്രയും വിഷയങ്ങൾ പങ്കുവയ്ക്കാൻ കോർപ്പറേഷനിൽ നിന്ന് എത്തിയ ശ്രീ വർഗീസ് കണ്ണംകുളത്തി, ശ്രീ രാജൻ പല്ലൻ, വിനോദ് പൊള്ളാഞ്ചേരി 3 പേർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.